കൺവെൻഷൻ്റെ രണ്ടാം രാത്രി യോഗത്തിനായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. At the outset, I praise the Lord for the second day of our convention meeting. വലിയവനായ ദൈവത്തിൻ്റെ അതിമഹത്തേറിയ സാന്നിധ്യം നമ്മൾ ഇതുവരെയും അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുകയായിരുന്നു. Hitherto, we were in the feet of the Lord, experiencing the glorious presence of our omnipotent God. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ പാടി സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. I praise the Lord for the Lord enabled us to sing about His glory and to magnify Him. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവസമ്പന്നമായ ഒരു സാക്ഷിയും കർത്താവ് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. The Lord has given us a blessed testimony which was enriched with experiences. ഈ സാക്ഷിവാചകങ്ങൾ അനേക യൗവനക്കാരുടെ ഹൃദയത്തെ ഉണർത്തുവാനും അവരുടെ ജീവിതത്തെ ആത്മപരിശോധന ചെയ്യുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I pray that the Lord may cause this testimony to inspire many youngsters and to awaken them. തുടർന്ന് നിങ്ങളുടെ ചിന്തയെ ദൈവത്തിന്റെ വചനത്തിലേക്ക് കർത്താവിൽ ക്ഷണിക്കുകയാണ്. And now I invite your attention onto the word of God. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ധ്യാനിച്ച വേദഭാഗത്തേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാം. Once again, let us centralize our focus onto the portion of scripture we meditated last night. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ വായിക്കാം. Let us read from the book of Job, chapter 19, verses 25 to 27. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രി ഈ തെരുവിടത്തിലൂടെ ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. Last night through the scripture we met a redeemer. ഒരു വീണ്ടെടുപ്പുകാരന്റെ 3 യോഗ്യതകളെ കുറിച്ച് നമ്മൾ പ്രാരംഭമായി ചിന്തിച്ചു. At the outset we discussed about 3 qualifications of a redeemer. ഒരു വീണ്ടെടുപ്പുകാരൻ അടുത്ത ചാർച്ചക്കാരനായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. We meditated that a redeemer must be a close kinsman. രണ്ടാമത് ഒരു വീണ്ടെടുപ്പുകാരൻ നഷ്ടം സഹിക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു. Secondly, the redeemer must be prepared to suffer losses. മൂന്നാമത് ഒരു വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കുവാൻ പ്രാപ്തനായിരിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. And thirdly, we also meditated that a redeemer must be worthy to redeem. അവസാനമായി വീണ്ടെടുപ്പിന് വേണ്ടി കൊടുക്കുന്ന വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. Finally, we also meditated about the price that has to be paid for this redemption. വീണ്ടെടുപ്പ് വിലയ്ക്ക് 3 വ്യത്യസ്ത നാമങ്ങൾ പരാമർശിക്കുന്നത് കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചു. 3 different names are attributed to the price of redemption. ഒന്നാമത് അത് മറുവിലയാണെന്ന് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. First of all, we call it the ransom. രണ്ടാമത് അത് പ്രായശ്ചിത്ത ദ്രവ്യമാകുന്നു ചിന്തിക്കുകയുണ്ടായി. Secondly, it is the atonement price. മൂന്നാമത് അത് ഉദ്ധാരണ ദ്രവ്യമാകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. Thirdly, it is the reparation cost. യോബിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അതിമഹത്തേറിയ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചിട്ടാണ് കഴിഞ്ഞ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിച്ചത്. And we concluded the yesterday's meeting after discussing about the glorious hope that the Lord gave in the life of Job. വീണ്ടും ആ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുമ്പോൾ Again, when we refocus our attention to that verse, ഭക്തനായ യോബ് പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. godly Job says, my redeemer liveth. ഞാൻ അവനെ ഒരു നാൾ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും എന്ന് അവൻ പറയുന്നു. And one day I will see him with my own eyes, he says. ഇത് യോബിന്റെ ഹൃദയത്തിലെ പ്രത്യാശയുടെ ധൈര്യത്തെയാകുന്നു വെളിപ്പെടുത്തി കാണിക്കുന്നത്. This speaks of the confidence of hope that abounds in the life of Job. യോബ് ഇത് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Job is having this conversation in a particular instance. അവന്റെ സ്നേഹിതന്മാർ അവന്റെ ചുറ്റുമിരുന്ന് അവനെ കുറ്റപ്പെടുത്തുകയും അവനെ മാനസികമായി തളർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. His friends were sitting around him, accusing him, trying to weaken him down mentally. ഈ സന്ദർഭത്തിലാണ് യോബ് പറയുന്നത്, ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും എന്ന് പറഞ്ഞിരിക്കുന്നത്. And at that moment Job is exclaiming, I will see my redeemer. ഇവിടെ കർത്താവിനെ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുമെന്ന് യോബ് പറയുമ്പോൾ, Here when the Lord says that I will see him with my own eyes, പഴയ നിയമ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഇടയിൽ ഇപ്രകാരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. in the Old Testament period there was such a faith prevalent among the people. ഒരു പാപിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടിട്ട് ജീവനോടെ ഇരിക്കുവാൻ സാധിക്കത്തില്ല. A sinner, after seeing God,
he can never be alive. ഒരു പാപി ദൈവത്തെ കണ്ടാൽ അവൻ നിശ്ചയമായിട്ടും മരിച്ചു പോകും. If a sinner beholds the face of the God, for sure he will be put to death. ഒരു നീതിമാന് മാത്രമേ ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസമായിരുന്നു. The faith that was prevalent in those days was that just a righteous man can behold the God. അതുകൊണ്ടാണ് യോബ് പറയുന്നത്, ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും എന്ന് യോബ് പറയുന്നത്. That's why Job says, I will see my Redeemer. എല്ലാവരും യോബിനെ കുറ്റപ്പെടുത്തുമ്പോഴും അവന്റെ കുറവുകളെ പറഞ്ഞവനെ താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിക്കുമ്പോഴും യോബ് പറയുന്നു, ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണും. When those around him are accusing Job, trying to weaken him down, now Job says that I will see my Redeemer with my own eyes. ഇവിടെ അവനെ നീതീകരിക്കുന്നവനായ ഒരു ദൈവമുണ്ടെന്നുള്ളത് അവൻ വെളിപ്പെടുത്തുകയാണ്. Here he unveils that there is a God who justifies him. യോബ് അവനെ നീതീകരിക്കുന്നവനായ ഒരു വീണ്ടെടുപ്പുകാരനെ കണ്ടു. Job met a Redeemer who will redeem him. വീണ്ടെടുപ്പുകാരനെയും അവൻ കാണുവാൻ ഇടയായി തീർന്നു. He is also seeing the one who justifies and redeems. അവനെ ഉദ്ധരിക്കുന്നവനായ ഒരു ദൈവമുണ്ടെന്നും അവൻ മനസ്സിലാക്കി. Further, he came to comprehend that there is a God who will deliver him. അവനെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ ഒരു വീണ്ടെടുപ്പുകാരനുണ്ടെന്നും അവൻ മനസ്സിലാക്കി. He also comprehended that there is a Redeemer who will heal him. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം Concerning the life of a child of God, അവന്റെ കഷ്ടങ്ങളിലും അവന്റെ പ്രതിസന്ധികളിലും അവനെ താങ്ങി നിർത്തുന്നത് ഈ ഒരു വിശ്വാസമാകുന്നു. this is the great faith that supports him in the midst of his sufferings and challenges. ഈ ഒരു വിശ്വാസം ഒരു ദൈവപൈതലിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, If a child of God carries this faith in his heart, അവന് നിശ്ചയമായിട്ടും അവന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. definitely he can stand firm in the midst of the sufferings of his life. അവൻ പറയുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. Yes, he says, my Redeemer liveth. അവൻ ഒരു നാൾ എന്നെ ഉദ്ധരിക്കും. And one day he will deliver me. അവൻ എന്നെ സൗഖ്യമാക്കും. He will heal me. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. And with my naked eyes I shall see him. യോബ് അവനെ സ്വന്തം കണ്ണുകൊണ്ട് കാണും എന്ന് പറയുമ്പോൾ, When Job says that he will behold the God with his own eyes, മുൻകാലങ്ങളിൽ യോബിന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്ന ചില സംശയങ്ങളുടെ ഉത്തരം അവൻ കണ്ടെത്തുകയാണ്. he is finding the answer to those doubts that arose in his life in his former days. ഒരു കാലത്ത് യോബിന്റെ മനസ്സിൽ ഇപ്രകാരം ഒരു സംശയം ഉണ്ടായിരുന്നു. In the time past, Job had this doubt in his mind. മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടോ? Is there a life after death? മരണത്തിന് ശേഷം മനുഷ്യൻ ജീവിക്കുമോ? ഈ ഒരു ചിന്ത യോബിന്റെ ഹൃദയത്തെ കലക്കിക്കൊണ്ടിരുന്നു. Is man going to live following his death? This question was pondering his mind. യോബിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, When we visit Job chapter 14, അവന്റെ ഈ സംശയങ്ങളുടെ വലിയ ഒരു പട്ടിക തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. there we come across a catalog of its doubts and questions. അവൻ പറയുകയാണ്, ഒരു വൃക്ഷമായാൽ അത് വെട്ടിക്കളഞ്ഞാൽ ഒരു പ്രത്യാശയുണ്ട്. He says, for there is a hope of a tree if it is cut down. അത് വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളിച്ചു വരും എന്നാകുന്നു അവൻ പറയുന്നത്. And even if it is chopped off, it will sprout yet again. എന്നാൽ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാകും? But once man bids farewell to his soul, where is he? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? If man dies, will he live again? അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിന് മാറ്റം വരുവോളം എന്റെ യുദ്ധകാലം മുഴുവനും ഞാൻ കാത്തിരിക്കാമായിരുന്നുവെന്ന് യോബ് പറയുന്നു. If so, till a change is effected in my life, I am prepared to wait and tarry, says Job. അന്ന് അവന് മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ കുറിച്ച് ഒരു സംശയാലുവായി കാണപ്പെടുവാനിടയായി തീർന്നു. That day he was suspicious about a life after death. എന്നാൽ ഇപ്പോൾ യോബ് പറയുകയാണ്, ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണുമെന്ന് പറയുന്നു. Oh, but now Job says, with my own eyes I shall see him. ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് മരണത്തിനപ്പുറത്തുള്ള ജീവിതമാകുന്നു. The glory of the Christian life is the life after death. മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് കർത്താവായ യേശുവിനോടുകൂടിയുള്ള ജീവിതമാകും. The excellence of the life after death is the life with Lord Jesus Christ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, In Revelation chapter 21, the 3rd verse, നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന ഒരു മഹത്തായ ജീവിതത്തെ കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കുന്നു. there we come across a glorious life that we spend with Jesus Christ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. Behold, the tabernacle of God is with men. അവൻ അവരോടുകൂടെ വസിക്കും എന്ന് തിരുവെടുത്തു പറയുകയാണ്. The scripture says he will dwell with them. നിത്യത മനോഹരമായി തീരുന്നത് യേശു നമ്മോടുകൂടെ വസിക്കുമ്പോൾ മാത്രമാകും. The eternity becomes gorgeous when Jesus is dwelling with us. യേശുവിനോടുകൂടെ വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിത്യതയ്ക്ക് പ്രത്യേകിച്ച് ഒരു ശ്രേഷ്ഠതയും ഇല്ല. If we fail to dwell with Jesus, there is no meaning or speciality to eternity. കാരണം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സ്വർഗ്ഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാകും. Why? Because our Lord Jesus Christ is greater than the heavens. ആകെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നിത്യതയിൽ ഉള്ളിടത്തോളം കാലം
Therefore, as long as Jesus is in eternity, നിത്യത അതിതേജസ്സിനാൽ നിറയപ്പെട്ടൊരു വാസസ്ഥലമായി നമുക്ക് കാണുവാൻ സാധിക്കും. eternity is an abode which is brimming with all glory. അവിടെ ദൈവത്തിന്റെ തേജസ് പ്രകാശിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. There the glory of God is illuminating, shining. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. That is why in the book of Revelation chapter 21, the 23rd verse we ഈ read, സ്വർഗീയ നഗരത്തിൽ പ്രകാശിപ്പിക്കുവാൻ സൂര്യന്റെയും ചന്ദ്രന്റെയും ആവശ്യം ഇല്ല. there is no need of the sun neither of the moon to brighten this heavenly city. ദൈവത്തിന്റെ തേജസ് തന്നെ ആ പട്ടണത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. The glory of God itself is making that city luminous. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പട്ടണത്തിൽ ഒരു വിളക്ക് പോലെ പ്രകാശിക്കുവാനിടയായി തീരും. Our Jesus will shine like a candle in the city. ആ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ സ്വർഗീയ നഗരത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ When we arrive at that holy beautiful city New Jerusalem, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ മേൽ പ്രകാശിക്കുവാനിടയായി the തീരും. glory of Jesus will shine upon us. അവിടെ നമുക്ക് വിളക്കിന്റെയോ സൂര്യന്റെയോ വെളിച്ചം ആവശ്യമായി വരുന്നില്ല. There is no need of the brightness of the sun or a lamp. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, beloved brothers and sisters heeding unto me, ദൈവത്തിന്റെ സ്വരൂപം ദൈവത്തിന്റെ തേജസ് ആകുന്നു. the image of God is his very glory. തിരുവെടുത്തു പറയുന്നു, അവൻ വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിക്കുന്നവനാണ്. The scripture says he is wearing glory just like a garment. 50-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. In Psalm 50, the second verse we read likewise, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നുവെന്നാണ് വായിക്കുന്നത്. out of Zion the perfection of beauty God is shining. 104-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ In Psalm 104, the initial verse, അവൻ മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു എന്നാകുന്നു വായിക്കുന്നത്. he has clothed honor and majesty. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തേജസ്സുള്ളവനായ കർത്താവാകുന്നുവെന്ന് തിരുവെടുത്ത് വായിക്കുന്നു. Our Lord Jesus Christ is a glorious God, says the scripture. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In 1 Corinthians chapter 2, the 8th verse, യേശുക്രിസ്തുവിനെ തേജസ്സിന്റെ കർത്താവ് എന്നാകുന്നു വിളിച്ചിരിക്കുന്നത്. Jesus Christ is called as the Lord of glory. ആകയാൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, beloved brothers and sisters inclining us to it tonight, യോബ് പറയാകുന്നു, ഞാൻ അവനെ കാണും എന്ന് പറയുന്നു. Job says, I will see him. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്ന് യോബ് പറയുന്നു. With my own eyes, I am going to see him, he says. തേജസ്സേറിയവനായ ദൈവത്തെ നമുക്ക് എങ്ങനെ കാണുവാനായിട്ട് സാധിക്കും? How are we going to see that glorious Jesus? തേജസ്സേറിയവനായ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കണമെങ്കിൽ അതേ തേജസ് നാമം പ്രാപിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. If we have to be worthy to see that glorious God, we must put on that same glory. ആ ദൈവിക തേജസ്സിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ ആ തേജസ്സേറിയവനായ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. We cannot but arrive at the divine glory. Then only can we see that glorious God. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. 2000 years ago, the Son of God Jesus manifested in this earth. യേശു ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം തേജസ്സേറിയ ഒരു സഭയെ ഉരുവാക്കി എടുക്കുവാൻ വേണ്ടിയാണ്. The purpose behind the visit of Jesus in this world is to form a glorious church. നിത്യതയിൽ ദൈവത്തിന്റെ മുഴുവൻ മഹത്വത്തിലും അവനോടുകൂടെ വസിക്കുവാൻ പ്രാപ്തമായ ഒരു സഭയെ ഉരുവാക്കി എടുക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. To form a church to reign with the Lord in supreme glory in eternity, Jesus came to this world. റോമാലേഖനം 9-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Romans chapter 9, the 23rd verse, ദൈവത്തിന്റെ സഭയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുകയാണ്. Saint Paul comments about the church of God. ദൈവത്തിന്റെ തേജസ് പ്രാപിക്കുവാൻ മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളാകുന്നു ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നത്. The people of God are the vessels of mercy that are prepared to receive the righteous of glory. ദൈവത്തിന്റെ തേജസ് പ്രാപിക്കുവാൻ മുന്നൊരുക്കപ്പെട്ട കരുണാപാത്രങ്ങളാണ് ദൈവത്തിന്റെ സഭ. The people of God or the church of God is the vessel prepared to receive the riches of glory of God. എന്ന് വെച്ചാൽ എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Which means in Hebrews chapter 2, the 10th verse, യേശുക്രിസ്തു ലോകത്തിൽ വന്ന് കഷ്ടം സഹിച്ചു. Jesus came down to this world and he suffered. എന്തിനു വേണ്ടിയാണ് യേശു ഈ കഷ്ടമൊക്കെയും സഹിച്ചത്? Why did he suffer all these sufferings? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുവാൻ വേണ്ടി എന്ന് വായിക്കുന്നു. To bring many sons unto glory, we read. അവന്റെ കരങ്ങളിൽ ആണികൾ അടിക്കപ്പെട്ടു, Nails pierced his അവന്റെ hands, കാലുകളിൽ ആണികൾ അടിക്കപ്പെട്ടു, nails penetrated his feet. അവന്റെ പുറം ചമ്മട്ടി കൊണ്ട് അടിച്ചു തകർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. His rear side was flogged and thrashed. അവന്റെ തലയിൽ
തലയിൽ ഒരു മുൾക്കിരീടം ധരിപ്പിക്കുവാനിടയായി തീർന്നു. A thorny crown pierced his brow. അവർ അവന്റെ മുഖത്ത് മുഷ്ടി ചുരട്ടി കുത്തി. They fisted and beat on his face. യേശുവിന്റെ കന്നത്ത് പടയാളികൾ ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. The soldiers thrust the eyes of our Lord. അവരുടെ മുഖത്ത് അവർ കാർക്കിച്ചു തുപ്പിക്കളഞ്ഞു. They spat on his face. പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് ആഞ്ഞു കുത്തുവാനിടയായി തീർന്നു. And one of the soldiers took a spear and pierced on his side. ഈ കഷ്ടമൊക്കെ കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ സഹിച്ചു. All these sufferings Jesus endured on the cross. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്. And hanging on the cross, Christ exclaimed, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ. Father, forgive them, for they do not know what they're doing. യേശു എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടങ്ങളൊക്കെയും സഹിച്ചത്? What for did Jesus suffer all these sufferings? തേജസ്സേറിയ ഒരു സഭയെ ഉരുവാക്കിയെടുക്കുവാൻ, To form a glorious church. നിത്യതയിൽ യേശുവിനോടുകൂടെ വസിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഉരുവാക്കിയെടുക്കുവാനാണ് യേശു ഈ കഷ്ടങ്ങളൊക്കെയും സഹിച്ചത്. To form a band of people who will reside with him in eternity, Jesus underwent all these sufferings. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ In Ephesians chapter 2, the 27th അവിടെ verse, വിശുദ്ധ പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. there Saint Paul says so. കർത്താവ് തന്നെത്താൻ സ്വന്തം ജീവനെ കാൽവരിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. The Lord Jesus Christ gave up his own ghost life on the cross. എന്തിനു വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു അവന്റെ ജീവനെ കാൽവരിയിൽ ഏൽപ്പിച്ചു കൊടുത്തത്? Why did Jesus pour his life on the cross? കറയും ചുളുക്കവുമില്ലാത്തൊരു സഭയെ ഉരുവാക്കിയെടുക്കുവാൻ, To form a church without spot or wrinkle. ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു മണവാട്ടി ഉരുവാക്കിയെടുക്കുവാൻ, To form a bride without blemish and is spotless. അവൻ തന്റെ സ്വന്തം പ്രാണനെ കാൽവരിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. He gave up his own soul on the cross. എന്തിനു വേണ്ടിയാകുന്നു ഈ പ്രവൃത്തി കർത്താവ് ചെയ്തെന്നറിയാമോ? Why did the Lord accomplish this mission? നമ്മെ തേജസ്സുള്ളവരാക്കി മാറ്റിയെടുക്കുവാൻ. To convert us as glorious. ആകെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരാശ ഉണ്ടായിരിക്കണം. Therefore, we must have a desire in our life. എനിക്ക് എന്റെ യേശുവിനെ കാണണം. I need to meet my എന്റെ Jesus. വീണ്ടെടുപ്പുകാരനെ എനിക്കൊന്ന് കാണണം. Oh, I want to see my Redeemer. അനേക ഭക്തന്മാർ ഇത് കാലാകാലങ്ങളിൽ ആഗ്രഹിച്ചതാണ്. Across the ages, many godly people coveted this. മോശ ഒരിക്കൽ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. Once Moses prayed unto the Lord, ദൈവമേ, നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണമേ. Oh God, show me thy glory. ദാവീദ് ഒരിക്കൽ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. David once prayed unto the Lord, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട്. Oh God, I have a desire in my life. ആ ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. That alone I pray to you. നിന്റെ സൗന്ദര്യം എന്നെ ഒന്ന് കാണിക്കണമേ കർത്താവേ. Oh Lord, show me your beauty. അനേക വിശുദ്ധന്മാർ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ ആഗ്രഹിച്ചു. Many saints crave to see the glory of God. ഇതിലേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് യേശു ലോകത്തിലേക്ക് വന്നു. 2000 years ago, Jesus made his advent to this world അവന്റെ സൗന്ദര്യത്തിൽ നമ്മെയും പങ്കാളികളാക്കി തീർക്കുവാൻ, to make us partakers of his beauty, അവന്റെ മഹത്വത്തിൽ നമ്മെയും പങ്കാളികളാക്കി തീർക്കുവാൻ, to make us partakers of his glory, അതേ തേജസ്സേറിയ ഒരു സഭയെ ഉരുവാക്കിയെടുക്കുവാൻ, to form a glorious church. ഞാനും നിങ്ങളും ആ തേജസ്സിലേക്ക് നയിക്കപ്പെടുവാൻ I and you to be led to that glory. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ കഷ്ടങ്ങളൊക്കെയും സഹിച്ചു. Our Jesus went through all these sufferings. സ്വാഭാവികമായിട്ടും ചോദിക്കും, എങ്ങനെ ഈ തേജസ് നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും? Now naturally you may ask, how can we put on this glory? എങ്ങനെ ഒരു തേജസ്കരണം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ സാധിക്കും? How can we attain a glorification in our life? റോമാലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ In Romans chapter 8, the 30th verse, അവിടെ വിശുദ്ധ പൗലോസ് അത് ഓർപ്പിക്കുന്നുണ്ട്. there Saint Paul reminds the saints. റോമാലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കും. Romans chapter 8, the 30th verse. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നോക്കുക, അവിടെ 4 വിഷയങ്ങൾ വിശുദ്ധ പൗലോസ് ഊന്നി പറയുന്ന കാണുവാൻ സാധിക്കും. Here Saint Paul is stressing on 4 aspects. ഒന്ന്, അവൻ മുൻ നിയമിച്ചവരെ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. Number 1, he did predestinate. 2, മുൻ നിയമിച്ചവരെ വിളിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Secondly, he called those who were predestinated. 3, വിളിച്ചവരെ നീതീകരിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Thirdly, he justified those who were called. 4, നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു എന്നും കാണുവാൻ സാധിക്കും. And finally, those who were justified are glorified. അപ്പോൾ ഒരു മനുഷ്യൻ തേജസ്കരണത്തിലേക്ക് നയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, So for a man to be led to this glorification, തേജസ്സേറിയവനായ ദൈവത്തെ അവൻ കാണണമെന്നുണ്ടെങ്കിൽ, for him to see the glorious God, അവന്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ടതായ ചില പടികളുണ്ടെന്ന് ഇവിടെ കാണുവാൻ സാധിക്കും. there are certain steps that he must climb in his life. ഒന്നാമത്, ദൈവം മുന്നറിയുക എന്ന് പറയുമ്പോൾ, First of all, God predestinating me. ഒരിക്കൽ കൂടെ ആ വാക്യം വായിച്ച റോമാലേഖനം 8-ന്റെ 30-ാം വാക്യം Shall we go വായിച്ചു. through Romans chapter 8, the 30th verse once again? മുൻ
വിളിച്ചവരെ വിളിച്ചും ആ. വിളിച്ചവരെ നീതീകരിച്ചും ആ. നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നമുക്ക് ദൈവം മുൻനിയമിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. People of God, there is a band of people that the God did predestinate. ആരെയാണ് ദൈവം മുൻനിയമിച്ചിരിക്കുന്നത്? Whom did he predestinate? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു സംശയം കടന്നു വരും. Automatically a doubt might arise in our heart. നമ്മുടെ കർത്താവ് എല്ലാം മുൻനിയമിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ദൈവം അനീതിയുള്ള ദൈവമല്ലേ? If our God has foreplanned everything, is it God an unjust one? കാരണം ദൈവം എല്ലാം മുൻനിയമിച്ചു വെച്ചിരിക്കുകയാണ്. Because God has already foreplanned everything. ദൈവം അങ്ങനെ മുൻനിയമിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഈ സുവിശേഷ പ്രസംഗത്തിന്റെ ആവശ്യമില്ലായിരുന്നു. If God has predestinated everything, so there is no matter for this gospel meeting. ദൈവം ആരെയാണ് മുൻനിയമിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരുവെഴുത്തിലൂടെ നമ്മൾ പഠിക്കണം. In the word of God, we have to study whom did the Lord predestinate. അവൻ എല്ലാവരെയും മുൻനിയമിച്ചു വെച്ചിട്ടില്ല. No, he doesn't predestinate all. അവൻ മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചു വെച്ചിരിക്കുന്നുവെന്നാ പറഞ്ഞിരിക്കുന്നു. He is predestinating those who is known before. ദൈവം മുന്നറിഞ്ഞതായ ചിലരെ കുറിച്ച് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. There is a group of people that the Lord knows before. എന്താണ് ദൈവം മുന്നറിയുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം? What do you mean by God foreknowing everything? നമ്മുടെ ദൈവത്തിന് സകലതും അറിയാം. Our God knows everything. നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്. Our God is omniscient. നമ്മുടെ ദൈവം അറിയാതെ ഈ ലോകത്തിൽ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. Without God's knowledge, nothing is befalling in this earth. തിരുവെഴുത്ത് പറഞ്ഞവൻ അൽഫായും ഒമേഗായും ആകുന്നു. The scripture calls him Alpha and Omega. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Isaiah chapter 46, the 10th verse, അവിടെ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് there it is said about our God. ആരംഭത്തിൽ തന്നെ അവസാനവും In the beginning, he was the end. പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും അവൻ പ്രസ്താവിക്കുന്നുവെന്നാ And പറഞ്ഞിരിക്കുന്നത്. at the ancient times, he is declaring those that will come to pass in the end. നമ്മുടെ യേശുവിന് അറിയാം ആരംഭത്തിൽ തന്നെ അവസാനം അറിയാൻ സാധിക്കും. Our God knows the end right from the beginning. പൂർവകാലത്തിൽ തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് അറിയുവാൻ സാധിക്കും. From the ancient times, he knows that shall be yet to pass. അതാണ് ഇവിടെ പറയുന്നത് മുന്നറിയുക എന്ന് പറഞ്ഞിരിക്കുന്നത്. That is what is called foreknowing. ദൈവം ഒരുപാട് മനുഷ്യരെ മുന്നറിഞ്ഞിട്ടുണ്ട്. God has foreknown a lot of people. എന്താണ് മുന്നറിഞ്ഞു വെച്ചിരിക്കുന്നത്? What has he foreknown? ഇവരൊക്കെയും ഈ രക്ഷയിലേക്ക് കടന്നു വരുമെന്നുള്ളത്. All these people will arrive to this salvation. എത്ര പേർ യേശുവിനെ കണ്ടെത്തുമെന്നുള്ളത്. How many people will find Jesus? യേശുവിലൂടെയുള്ള രക്ഷ ആരൊക്കെ സ്വായത്തമാക്കുമെന്നുള്ളത്. Who all will make into practice that salvation through Jesus? കർത്താവ് മുന്നറിഞ്ഞു വെച്ചിരിക്കുകയാണ്. God has foreknown it all. കർത്താവ് എന്നെയും നിങ്ങളെയും മുന്നറിഞ്ഞിരുന്നു. God has foreknown you and me. നമ്മൾ ഓരോരുത്തരും യേശുവിനെ സ്വീകരിക്കുമെന്ന് ദൈവത്തിന് മുന്നറിയാമായിരുന്നു. God has foreknown that each one of us will receive Jesus. ഇന്ന് രാത്രി ഈ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുമ്പോൾ Tonight, as we spread this gospel to you, ദൈവം മുന്നറിഞ്ഞ ചില വ്യക്തികളെ ഇവിടെ കൂട്ടി വരുത്തിയിട്ടുണ്ട്. God has brought here some people that he has foreknown. ഈ രക്ഷയെ പ്രാപിക്കുവാൻ ദൈവം ചില മനുഷ്യരുണ്ട് എന്നുള്ളത് ദൈവത്തിന് മുന്നറിയുവാൻ സാധിക്കും. God has foreknown that there are some people who are going to receive this salvation. അതുകൊണ്ട് ദൈവം അറിയാതെ അല്ല നാം ആരും ഈ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. Therefore, none of us have come to this meeting without the knowledge of God. ദൈവത്തിന് അറിയാം ആരൊക്കെ ഈ രക്ഷയിലേക്ക് കടന്നു വരുമെന്നുള്ളത്. God is well aware of who all will come to this salvation. എന്ന് വെച്ചാൽ ദൈവം ആരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നുവെന്നല്ല അതിനർത്ഥം. That doesn't mean God is intruding into the personal liberty. മറിച്ച് ആരൊക്കെ ഈ രക്ഷയെ കണ്ടെത്തുമെന്ന് യേശുവിന് നേരത്തെ അറിയുവാൻ സാധിക്കും. On the flip side, Jesus is well known of who all will receive this salvation. ഇനി എത്രയോ കോടി മനുഷ്യർ ഈ ദേശത്ത് മുന്നറിയപ്പെട്ടവരുണ്ട്. And even here on, there are millions of people who are foreknown in this earth. അവരാരും ഈ രക്ഷയിലേക്ക് ഇതുവരെ കടന്നു വരാതെ ഈ ലോകത്തിൽ ശേഷിക്കുന്നുണ്ട്. None of them are remaining in this world without coming to this salvation. അവരെയും ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇത്തരം മീറ്റിംഗുകൾ ദൈവം ക്രമീകരിച്ചു തരുന്നത്. And the Lord is organizing these meetings to fetch them also to this salvation. ഈ മുന്നറിഞ്ഞവരെ These foreknown, ദൈവം മുൻനിയമിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. God has predestinated them. എന്തിനു വേണ്ടിയാണ് ദൈവം മുൻനിയമിച്ചു വെച്ചിരിക്കുന്നത്? What for has he predestinated? റോമാലേഖനം 8-29 വാക്യത്തിലേക്ക് വരുമ്പോൾ In Romans chapter 8, the 29th verse, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചു വെച്ചിരിക്കുന്നു. for us to be like unto the image of Jesus, he has predestinated us. കർത്താവിന് എന്നെ കുറിച്ച് ലോക സ്ഥാപനത്തിന് മുന്നമേ അറിയാമായിരുന്നു. God had known about me before the foundation of the earth. അതുകൊണ്ട് കർത്താവ് എന്നെ മുന്നമേ അറിഞ്ഞു വെച്ചു, മുൻ നിയമിച്ചു വെച്ചു. Therefore, God had already
already foreknown, predestinated me. നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ഓരോരുത്തരെയും മുൻനിയമിച്ച ദൈവം വെച്ചിരിക്കുകയാണ്. Each one of us are predestinated for the eternal salvation. അവന്റെ തേജസ്സിന് വേണ്ടി ദൈവം തമ്പുരാൻ നമ്മെ മുൻനിയമിച്ച് വെച്ചിരിക്കുകയാണ്. God has predestinated us to attain His glory. നിത്യജീവന് വേണ്ടി ദൈവം തമ്പുരാൻ നമ്മെ മുൻനിയമിച്ച് വെച്ചിരിക്കുകയാണ്. God has predestinated each one of us for eternal life. കർത്താവിനറിയാം ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ രക്ഷയെ കണ്ടെത്തും. God knows today or tomorrow He's going to find the salvation. ഈ സത്യത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർ കടന്നു വരുമെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. He knows today or tomorrow you are going to come to this salvation. ഏതു സാഹചര്യത്തിലാണെങ്കിലും അവർ കടന്നു വന്നിരിക്കും. In the midst of any situation they will come. അത് കർത്താവിന്റെ ശുശ്രൂഷകരാണെങ്കിലും ദൈവം മുന്നറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. Even the ministers of God are foreknown and predestinated by God. ഒരു സഹോദരന്റെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. Now we listen to the testimony of a brother. ഏതെല്ലാം വഴികളിലൂടെ താൻ കടന്നുപോയി. What all are the ways that he went through? കർത്താവ് മുന്നറിഞ്ഞിരിക്കുകയാണ്. God predestinated him. അവൻ എന്റെ ശുശ്രൂഷകനായി തീരും. He will become my minister. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ മുൻ നിയമിച്ചു തന്നെ വെച്ചിരിക്കുകയാണ്. Therefore the Lord has already appointed him for the ministry. പ്രിയ സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, ദൈവം മുന്നറിഞ്ഞവരെ അഡ്വാൻസ് ആയിട്ട് മുൻ നിയമിച്ചു വെച്ചിരിക്കുന്നു. God has predestinated those who are by him for foreknown യേശുക്രിസ്തുവിന്റെ അതേ സ്വരൂപമായി തീരുവാൻ, to become the very image of Jesus, ആ തേജസ്സിൽ പങ്കാളികളായി തീരുവാൻ, to be partakers of that glory, ആ നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ to be partakers of that eternal life. ദൈവം തമ്പുരാൻ നമ്മളെ മുൻ നിയമിച്ചു വെച്ചിരിക്കുകയാണ്. Master Lord has already predestinated ഇവിടെ us. തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നു, Again the word of God says അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. He has called the predestinated. മുന്നറിഞ്ഞവരെ കർത്താവ് സമയാസമയങ്ങളിൽ വിളിക്കും. At the due seasons he will call those who are predestinated. ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞിരിക്കുന്നത് The church of God is, അത് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹമാണ്. that is the congregation of the called and separated by God. യാദൃച്ഛികമായിട്ട് ആരും വിശ്വാസത്തിലേക്ക് വരുന്നില്ല. Unwittingly nobody comes to the faith. ദൈവം തമ്പുരാൻ വിളിച്ചെങ്കിൽ മാത്രമേ ഈ സത്യത്തിലേക്ക് ഒരാൾക്ക് വരുവാൻ സാധിക്കത്തുള്ളൂ. Only if God calls one person can arrive to this truth. യാദൃച്ഛികമായിട്ട് ഒരാൾക്കും ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വരുവാനും സാധിക്കത്തില്ല. And automatically no person can come to this ministry as well. ദൈവം തമ്പുരാൻ വിളിച്ചെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷയ്ക്ക് വരുവാനും സാധിക്കത്തുള്ളൂ. Only if the Lord calls can he come to this ministry. ഒരാൾ ഈ ശുശ്രൂഷയ്ക്ക് വരുമെന്ന് ദൈവത്തിന് മുന്നറിയാമെന്നുണ്ടെങ്കിൽ, If God has foreknown that a person will come to the ministry, കൃത്യസമയമാകുമ്പോൾ അവരെ വിളിച്ചിരിക്കും. at the right time he will call the person. ഒരാൾ ഈ രക്ഷയെ പ്രാപിക്കുമെന്ന് ദൈവം മുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ, God has foreknown that a person will attain the salvation. കൃത്യസമയത്ത് അവനെ ഈ രക്ഷയിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കും. At the right time he will be brought to the salvation by God. ഇനി ലോകത്തിന്റെ ഏതൊക്കെ കോണിൽ പോയിരുന്നാലും ശരി, Whether he hides in any corner of the world, എവിടേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ശരി, wherever he tries to run and escape, ദൈവം തക്ക സമയത്ത് വിളിച്ചുവിടെ കൊണ്ടുവന്നിരിക്കും. at the appointed time the Lord will call him, bring him here. അങ്ങനെ വിളിച്ച് വേർതിരിച്ചവിടെ സംഘമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. Thus the church of God is the band of the called and chosen by God. ദൈവം എങ്ങനെയാണ് വിളിക്കുന്നറിയാമോ? You know how the Lord ദൈവം calls? ഓരോരുത്തരെയും വിളിക്കുന്നത് ഓരോ രീതിയില്. The Lord calls different people in different ways. ചിലരോട് ദർശനങ്ങളിലൂടെയാണ് ദൈവം ഇടപെടുന്നത്. And to some he deals in visions. അല്പം മുമ്പ് ഒരു ദർശനത്തെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. Earlier we inclined to a vision. ചിലർ ദർശനങ്ങളിലൂടെ ചിലരെ വിളിക്കുവാനിടയായിട്ട്, He is inviting some with visions, ചിലരെ വിളിക്കുന്നത് സ്വപ്നങ്ങളിലൂടെയാണ് വിളിക്കുന്നത്. and some are called through dreams. അപ്പോൾ നിങ്ങൾക്ക് ദർശനവും സ്വപ്നവും തമ്മിൽ വ്യത്യാസമുണ്ടോ? Now you might think, is there a difference between a dream and a vision? ദർശനവും സ്വപ്നവും തമ്മിൽ വ്യത്യാസമുണ്ട്. Yes, there is a difference between both. ദർശനം എന്ന് പറയുമ്പോൾ Vision means നമ്മൾ ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായ സ്വപ്നമാണ്. when we are focused and concentration we get that dream. എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിയിട്ടില്ല, ഒരു മയക്കത്തിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവമാണ് ദർശനം എന്ന് പറഞ്ഞത്. Even though we didn't sleep, when we are dozing off we might get a vision. എന്നാൽ സ്വപ്നം എന്ന് പറയുമ്പോൾ But dream നമ്മൾ means ഗാഢ നിദ്രയിലാകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്വപ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. when we are in deep sleep we get a dream. അപ്പൊ രണ്ട് വിധത്തിൽ നമുക്കിത് സംഭവിക്കാൻ സാധിക്കും. So in twine ways it might occur to us. ചിലർക്ക് ഉറക്കം വന്ന വേണ്ട ഒരു മയക്കം വന്നാൽ മതി, പെട്ടെന്ന് അവർക്ക് ഒരു ദർശനം കാണാൻ സാധിക്കും. Some people need in sleep, when they are dozing off itself they can see a vision. ചിലപ്പോൾ ഗാഢ നിദ്രയിലായിരിക്കും ദൈവ സ്വപ്നങ്ങളെ തരുന്നത്. And to some in the deepest sleep God will give them dreams and visions. ചിലപ്പോൾ നമ്മളെ ദൈവം ദർശനങ്ങളിലൂടെ വിളിച്ചേക്കാം, Perhaps the Lord might call us through visions, ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ വിളിച്ചേക്കാം. and sometimes he might call us through dreams. മറ്റൊരു പക്ഷെ വിളിക്കുന്നത് ചില അനുഭവങ്ങളിലൂടെ ആയിരിക്കും And in വിളിക്കുന്നത്. some other context he might invite us through experiences. അല്പം മുമ്പ് പറഞ്ഞല്ലോ, ഒരു ആക്സിഡന്റിലൂടെ ദൈവം തന്നെ വിളിക്കുകയായിരുന്നു. Earlier we heard that the Lord called him through an accident. ചിലപ്പോൾ ഒരു രോഗശാന്തിയിലൂടെ ആയിരിക്കും ദൈവം വിളിക്കുന്നത്. Sometimes through divine healing the Lord might beckon people. എന്നെ കർത്താവ് ഈ
ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച ഒരു രോഗശാന്തിയിലൂടെയാണ്. The Lord called me to this ministry through divine healing. എനിക്ക് ഏതാണ്ട് 20 വയസ്സ് പ്രായമുള്ള സമയത്ത് When I was 20 years old, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജോലി സംബന്ധമായിട്ടായിരിക്കുമ്പോൾ I was in North India in connection with my profession. അവിടെ വെച്ച് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു മാരകമായ രോഗം എനിക്ക് പിടിച്ചു. Bacterial meningitis, a fatal disease, afflicted me. എന്റെ തലച്ചോറ് മുഴുവനും നശിച്ചു പോകുവാനിടയായി തീർന്നു. My brain was brought into ruin. ഞാൻ മരണത്തിന്റെ താഴ്വരകളിലേക്ക് കടന്നുപോയി. I traversed through the valley of death. വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ടു. Medical science abandoned me. എന്റെ ഓർമ്മ പൂർണ്ണമായിട്ടും നശിച്ചു. My memory was destroyed altogether. ചില മണിക്കൂറുകൾക്കകം ഞാൻ മരിച്ചു പോകുമെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. Doctors wrote the decree that I will be passed away in certain hours. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ At times as I opened my eyes, ചുറ്റുപാട് നിൽക്കുന്ന എന്റെ ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. the relatives, the brothers around me, they are shedding tears. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അറിയാതെ മയക്കത്തിലേക്ക് കടന്നു പോകും. Again, accidentally I'll doze off. അപ്പൊ പെട്ടെന്ന് എന്റെ ഉള്ളിലൊരു അവബോധം ഉണ്ടായി. Abruptly there was a thought inwoken within. ഞാൻ മരിക്കുവാൻ പോകുകയാണ്. I am going to die. എന്റെ ഭൂമിയിലെ ജീവിതം My അവസാനിക്കുകയാണ്. life in this earth is about to be over. ഞാൻ രഹസ്യമായി എന്റെ ഉള്ളിൽ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു. Secretly I mumbled a word unto God. കർത്താവേ, ഇവിടെ അവസാനിക്കാൻ പോകുന്ന ഈ ജീവിതം Oh Lord, this life that is going to end here, എനിക്ക് തിരിച്ചു തരാമെന്നുണ്ടെങ്കിൽ if you will give it back to me, എന്റെ ശിഷ്ടകാലം my rest of the life, നിന്റെ ശുശ്രൂഷ ചെയ്ത് I will do your ministry നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു കൊള്ളാം. and I will live for you, Master. ഇങ്ങനെ എന്റെ മനസ്സിൽ ഞാനൊന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. Thus I mumbled in my mind, I am reminded. പെട്ടെന്ന് ഞാനൊരു ദർശനം കണ്ടു. All of a sudden I see a vision. ശുഭ്രവസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ എന്റെ കിടക്കക്കരികിലേക്ക് കടന്നു വന്നു. A person clad with white garment is near my coat. എന്റെ തലക്കരികിലിരുന്ന് മുഴങ്കാലിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Near my head he is bending his knees and praying. ആ മനുഷ്യൻ കണ്ണുനീരോടെ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയായിരുന്നു. With tears that man started to supplicate for me. അല്പം ചില നിമിഷങ്ങൾ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കി. After a few seconds I opened my eyes. അപ്പോഴാണ് എനിക്കൊരു ദർശനമായിരുന്നു എന്ന് മനസ്സിലായി. That is when I comprehended that it was a vision. മക്കളെ, ഞാൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വന്നു. Dear people of God, I strode back to life ഞാൻ from death. അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. Miraculously I was healed. അത് മാത്രമല്ല, Moreover, എന്നെ ശുശ്രൂഷിച്ച ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട്. the doctor who took care of me told a ഈ word. യൗവനക്കാരൻ സൗഖ്യമായാലും ശരി, Even though this young man is healed, ഒരു മന്ദബുദ്ധിയായിരിക്കും, this person will be insane, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടായിരിക്കും. or else there will be some deformity. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Brothers and sisters inclining ഞാൻ to me, പള്ളിപ്പാട് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ in Pallipadu when I was doing the ministry of God, കാർത്തികപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. in a place called Karthikapalli, അവിടെ ഞാൻ എൻ്റെ വീട്ടിൽ വിസിറ്റിംഗിന് ചെന്നപ്പോൾ as I went to a house for visiting, ഒരു യൗവനക്കാരൻ അവിടെ ഇരിക്കുന്നു. a young man was seated there. തന്റെ അരയ്ക്ക് മുകളിൽ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. Above his waist he was solely healed. വളരെ ആരോഗ്യമുള്ള നല്ല യോഗ്യനായ ഒരു മനുഷ്യൻ. He was a worthy man with strong health. പക്ഷെ തന്റെ അരയ്ക്ക് കീഴിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ But below his waist, if you would observe, തന്റെ കാലുകൾ ശോഷിച്ച് വിരലുകൾ പോലെ ആയിരിക്കുന്നു. his legs were paralyzed, his fingers were deformed. തനിക്ക് നടക്കുവാനോ ഇരിക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. He wasn't able to sit or walk. ഞാൻ ചോദിച്ചു, എന്താണ് ഇത്, ജനനത്തിൽ തന്നെ സംഭവിച്ചതാണോ? I asked, did it happen to you through birth? അപ്പോൾ ആ പ്രിയപ്പെട്ട മാതാവും താനും എന്നോട് പറഞ്ഞു, So that mother and that person told me, ഏതാണ്ട് 10-18 വയസ്സ് വരെ ആരോഗ്യമുള്ള ഒരു യൗവനക്കാരനായിരുന്നു. around 10 to 18 years he was hale and hearty. അതിനുശേഷം തനിക്ക് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ചു. Thereafter bacterial meningitis afflicted him. മെനിഞ്ചൈറ്റിസ് രോഗം ഭേദമായി കഴിഞ്ഞപ്പോൾ Once the meningitis was cured, തന്റെ അരയ്ക്കു കീഴെ പൂർണ്ണമായി തളർന്നു പോയി. below his waist he was paralyzed. എന്നെ നോക്കി എന്റെ ഡോക്ടർമാർ പറഞ്ഞു, എന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഉണ്ടായിരിക്കത്തില്ല. Looking unto me, the doctor said that I would never recover my eyesight. ഒരുപക്ഷെ എന്റെ കാതുകൾക്ക് കേൾവി ശക്തിയും ഉണ്ടായിരിക്കത്തില്ല. Sometimes my ears might lose the hearing ability. എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു മന്ദബുദ്ധി പോലെ ഒരുപക്ഷെ ജീവിക്കേണ്ട വന്നേക്കും. I would be like an insane person without any trace of memory. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters heeding unto me, എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയപ്പോൾ when my God healed me, എന്നെ ഭാഗികമായിട്ടല്ല he സൗഖ്യമാക്കിയത്. didn't heal me partially. അവൻ രോഗശാന്തിയും ആരോഗ്യവും എനിക്ക് തന്നു. He commanded divine healing and അവൻ health. എനിക്ക് കാണുന്ന കണ്ണുകൾ തന്നു. He gave me eyes to see. എനിക്ക് കേൾക്കുന്ന കാതുകൾ തന്നു. He gives me ears to hear. എനിക്ക് നല്ല ഓർമ്മ ശക്തിയുള്ളൊരു തലച്ചോറ് തന്നു. He gave me a brain with fine memory. അത് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാനിടയായി. Moreover, a wonder was resulted in my life. ഈ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മടങ്ങി വന്നപ്പോൾ As I walked back to life from death, ദൈവം എനിക്കൊരു പുതിയ ബ്രെയിനാണ് തന്നത്. God gave me a new brain. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ചോദിച്ചാൽ, You know why I'm testifying this? ഞാൻ എന്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനാണ്. I was the youngest of my family. ഞങ്ങൾ 6 സഹോദരന്മാരുണ്ട്. There were 6 brothers. ഇവർക്ക് ആർക്കും ഓർത്തെടുക്കുവാൻ
കഴിയാത്ത ചെറിയ പ്രായത്തിലെ കാര്യം പോലും എനിക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കും. Those days of yore that even my siblings cannot recollect, I can remind. വളരെ ചെറിയ പ്രായത്തിലുള്ള കാര്യങ്ങൾ പോലും എന്റെ ഓർമ്മയിൽ എനിക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കും. Even the things of a tender age, I can recollect in my memory. കാരണം എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയപ്പോൾ എന്നെ ഒരു പുതിയ തലച്ചോറ് തന്നാണ് You സൗഖ്യമാക്കിയത്. know why? When the Lord healed me, He gave me a new brain. അത് മാത്രമല്ല, Moreover, കർത്താവ് വിളിക്കുമ്പോൾ when the Lord calls, രോഗശാന്തിയിലൂടെ മാത്രമല്ല വിളിക്കുന്നത്, He doesn't call just through divine healing. പ്രവചനത്തിലൂടെയും വിളിക്കുവാനിടയെത്തി. Even through prophecy, He calls. അല്പം ജിമ്മിയുടെ സാക്ഷ്യം കേട്ടല്ലോ. Earlier we heard the testimony of Brother Jimmy. ഇതേ അനുഭവം എനിക്കും പറയുവാനുണ്ട്. The same experience I will also testify. ഞാൻ സൗഖ്യമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പോഴേ After I gained the healing, ഞാൻ വിചാരിച്ചു സുവിശേഷ വേല വലിയ പ്രയാസമാണ്. I thought that this ministry of God is a hard work to do. അതൊക്കെ അന്ന് സൗഖ്യമാകുവാൻ വേണ്ടി ദൈവത്തോട് പറഞ്ഞതാ. That was just a thing that I told unto God to get the temporary healing. ഇപ്പോൾ സൗഖ്യാരോഗ്യമുണ്ട്, ഇനി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി ജീവിക്കാമെന്ന് വിചാരിച്ചു. Now since I'm hale and hearty, now I can step into the world and do my own wish. പല വഴികളിലൂടെ ഞാൻ കടന്നുപോയി. I treaded through different paths, പക്ഷേ എന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. but I lost the peace in my life. അങ്ങനെ കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്ത് യൂത്ത് ക്യാമ്പിന് ഡിസംബർ മാസത്തിൽ ഞാൻ കടന്നു വന്നു. And in the month of December, I came to the Kottarakara Faith for the youth camp. ആ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ കലങ്ങിയ ഹൃദയത്തോടെയാണ് ഇരിക്കുന്നത്. I was in the camp with a troubled heart. കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? Oh Lord, what am I going to do? നിന്റെ ശുശ്രൂഷ ചെയ്യണമോ അതോ ഞാൻ ലോകത്തിൽ ഒരു ജീവിതം ചെയ്യണമോ? Should I do your ministry or should I lead a life in this world? കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. Oh Lord, please speak to me. പെട്ടെന്നൊരു പ്രവചന ശബ്ദം അവിടെ ഉണ്ടായി. Abruptly a prophecy sprouted ആ there. പ്രവചന ശബ്ദത്തിൽ ലോകത്തിൽ ആർക്കും അറിയാത്ത കാര്യം, The voice of the prophecy had content that the outside world didn't know. ഞാൻ എന്റെ ദൈവത്തോട് രഹസ്യമായി പറഞ്ഞ കാര്യം The matter that I in secrecy spread unto the ആ Lord. പ്രവചനത്തിലൂടെ വിളിച്ചു ചോദിക്കുകയാണ്. In the prophecy a question was called. എനിക്ക് സൗഖ്യം തന്നാൽ If I give you healing, എന്റെ ശിഷ്ടകാലം my remaining days, നിനക്ക് ശുശ്രൂഷ ചെയ്ത് I will serve you. നിനക്ക് വേണ്ടി ജീവിക്കാമെന്ന് I will serve you. അന്ന് നീ എന്നോട് പറഞ്ഞിട്ട് That day you said unto me, നീ പടന്ന് പിന്മാറുന്നു. and now why do you withdraw? ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ ഭയപ്പെട്ടു പോകും. I was terrified on hearing this ഞാനൊരു word. വാവിട്ട് കരയുവാൻ തുടങ്ങി. I started crying aloud. പൂർണ്ണമായി എന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. Absolutely, I surrendered my life unto God. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters hearing unto me, ദൈവം ഒരു മനുഷ്യനെ മുൻകണ്ടിട്ടുണ്ടെങ്കിൽ if the God has foreseen a person, അവൻ തക്ക സമയത്ത് അവനെ at വിളിച്ചിരിക്കും. the right time he will call him. ഒന്നുകിൽ ഒരു ദർശനത്തിലൂടെ, Either through a vision, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലൂടെ, or through a dream, അല്ലെങ്കിൽ ഒരു അരുളപ്പാടിലൂടെ, or through an oracle, അല്ലെങ്കിൽ ഒരു പ്രവചനത്തിലൂടെ, or through a prophecy, അല്ലെങ്കിൽ ഒരു രോഗശാന്തിയിലൂടെ, or through divine healing. അതുമല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു അനുഭവത്തിൽ വിളിക്കും. If not with a personal experience. നമുക്കറിയാം സൗലിനെ എങ്ങനെയാണ് പൗലോസാക്കി തീർത്തതെന്ന്. We know how Saul was made into Paul. ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി ഉപദ്രവിക്കുവാൻ വേണ്ടി In order to take hold of the Christians and persecute, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് taking the statement of authority from the high priest. അവൻ ദമസ്കോസിലൂടെ കടന്നു പോകുമ്പോൾ He was traversing through Damascus നട്ടുച്ച സമയത്ത് at the midnoon. സൂര്യപ്രകാശത്തെ വെല്ലുന്നൊരു വെളിച്ചം അവന്റെ മേൽ ആഞ്ഞു വീശി. The scorching sun shed its rays upon him. അവന്റെ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. He lost the sight of his eyes. അവൻ നിലത്തേക്ക് വീഴുവാൻ തുടങ്ങി. He fell to the ground. പെട്ടെന്നൊരു ശബ്ദം അവൻ കേട്ടു. All of a sudden he heard a voice. സൗലേ, സൗലേ, Saul, Saul, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? why do you persecute നീ me? ആരാകുന്നു കർത്താവേ? Who are you, നീ Lord? ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. I am Jesus whom you persecute. ഉള്ളിനോട് ഉദയ്ക്കുന്നത് ഒരിക്കലും ശരിയായിരിക്കത്തില്ല. It is nothing good to keep it hidden inside you. സൗൽ അവിടെ വെച്ച് പൗലോസായി മാറ്റപ്പെട്ടു. Saul turned into Paul there. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters hearing unto me, ദൈവം മുൻ നിയമിച്ചവരെ വിളിക്കും. those who are predestinated, God will call. ദൈവം വിളിക്കുമ്പോൾ When God calls, പലരും ചിന്തിക്കുന്നത് many people will think, നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാ വിളിക്കുന്നത്. seeing some of our worthiness, He is calling. ഒരു യോഗ്യതയും നോക്കിയല്ല വിളിക്കുന്നത്. The Lord isn't calling, seeing any of your worthiness. 1 കൊരിന്ത്യർ 1-ാം 26 വാക്യത്തിലേക്ക് വരുമ്പോൾ In 1 Corinthians chapter 1, the 26th അവിടെ verse, വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുകയാണ്, that Saint Paul is reminding, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നിങ്ങൾ ഓർത്തു നോക്കുവീൻ. brethren, remember your calling. കൊരിന്ത്യ സഭയിലെ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നിങ്ങൾ ഓർത്തു നോക്കുവീൻ. Brothers in the church of Corinthians, see your calling. വിളിക്കപ്പെട്ട ഓരോ ദൈവമക്കളും നിങ്ങളുടെ വിളിയെ നിങ്ങൾ ഓർത്തു നോക്കുന്നവരായിരിക്കണം. Each child of God is called, you must remember your calling. ഏത് അവസ്ഥയിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിളിച്ചത്? From which state did the Lord call each of us? നമ്മുടെ ഏതെങ്കിലും യോഗ്യത കൊണ്ടാണോ കർത്താവ് നമ്മളെ വിളിച്ചത്? Did the Lord call us seeing any of our worthiness? ഇത് പറഞ്ഞിട്ട്
പൗലോസ് പറയുകയാണ്, After saying this, Paul adds, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നിങ്ങൾ നോക്കുവീൻ. Brethren, behold your calling. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല. According to the opinion of the world, there are not many wise people. ലോക അഭിപ്രായ പ്രകാരം ബലവാന്മാർ ഏറെയില്ല. According to the calling of the world, there are no much wealthy people. ലോക അഭിപ്രായ പ്രകാരം കുലീനന്മാരും ഏറെയില്ല. As the world is opining, there are no scholars or people of high tribe. ദൈവം ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ To confound the wise in the world, ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. the Lord chose those who are foolish. ലോകത്തിലെ ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ You know, to put into shame the mighty. ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. He chose the feeble and the weak. ലോകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നവരെ ഇല്ലാതെയാക്കി തീർക്കുവാൻ To destroy those who flaunt and boast. ദൈവ കുലഹീനവും The Lord called that is wretched, നികൃഷ്ടവും which is abominable. ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. The least without nothing he chose. എന്തിനു വേണ്ടിയാണെന്നറിയാം? You know what for? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കും. That no flesh should glorify in the presence of God. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കും. No flesh should glorify in the നിങ്ങളുടെ വിളിയെ presence of നിങ്ങൾ God. ഓർത്ത് നോക്കിയാണ്. You must remember your calling. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത കൊണ്ടല്ല കർത്താവ് വിളിച്ചത്. God didn't call us because of our educational qualification. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യശേഷി കൊണ്ടല്ല വിളിച്ചത്. Not seeing the health in our body did he call. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം നോക്കിയിട്ടല്ല വിളിച്ചത്. Not seeing the tradition of a family. നമ്മുടെ സമൂഹത്തിലുള്ള സ്വാധീനം നോക്കിയിട്ടുമല്ല കർത്താവ് വിളിച്ചത്. The Lord didn't call us seeing the influence in the society we cause. നമ്മൾ നീതിമാന്മാരായതുകൊണ്ടുമല്ല കർത്താവ് വിളിച്ചത്. He didn't call us because we are righteous. പെന്തക്കോസ്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാട്ടെ. You look at the Pentecostal way. ഈ മാർഗത്തിൽ വലിയ വിദ്യാഭ്യാസമുള്ളവർ തീരെ കുറവാകുന്നു. There are very little people with education in this way. ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയൊക്കെ വളർന്നു വരുന്നെങ്കിലും Even though a young generation with education is coming up, പെന്തക്കോസ്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമുള്ളവർ തീരെ കുറവായിരുന്നു. at the culmination phase of the Pentecostal belief, there were very limited people with education. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? Why did it occur so? ദൈവം ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ In order to confound the wise of the world, ഭോഷന്മാരെ തെരഞ്ഞെടുക്കുകയായിരുന്നു he ചെയ്തത്. is choosing the foolish. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല. According to the opinion of the world, there are not many wise ഈ people. കുളനട സഭയിൽ എത്ര PhD-കാരുണ്ട്? How many PhD holders are there in this Colonnade of Faith home? എത്ര എഞ്ചിനീയർമാരുണ്ട്? How many engineers are there? ഒരു 25-30 വർഷത്തിനപ്പുറത്ത് PhD-യോ MDB-യോ എടുത്ത അല്ലെങ്കിൽ MPhil-ഓ കഴിഞ്ഞ എത്ര പേരുണ്ടായിരിക്കും? 25 years back, how many PhD, MPhil, MBA holders are there? എന്നാൽ സാമുദായിക സഭകളിലേക്ക് നിങ്ങൾ നോക്കിയാട്ടെ. But turn your eyes at the traditional conventional worship. പാരമ്പര്യ സഭാ സമൂഹങ്ങളിലേക്ക് നോക്കിയാട്ടെ. Take a look at the conventional worshipping homes. അവിടെ അഭ്യസ്തവിദ്യരായ മനുഷ്യരെ കാണുവാൻ സാധിക്കും. There were scholarly people, ഉന്നത പഠനം പൂർത്തീകരിച്ചവരെ കാണുവാൻ സാധിക്കും. people who completed high education. എന്നാൽ പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് നിങ്ങൾ നോക്കിയാട്ടെ. But when you glance at the Pentecostal belief, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെ ഇതിനകത്തില്ല. according to the opinion of the world, there are not many wise people here. ഏറെയും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ്. Majority are people that lack education. അതാണ് ദൈവത്തിന്റെ വിളിയുടെ സവിശേഷത എന്ന് പറഞ്ഞിരിക്കുന്നത്. That is the uniqueness of the calling of the നമ്മുടെ Lord. കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ When our Lord Jesus Christ was residing in this earth, അവൻ ഉന്നത പഠനമൊന്നും നടത്തിയവനല്ല. he didn't have tall education. ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ യേശുവിന് ഉണ്ടായിരുന്നുള്ളൂ. Jesus had this elementary education. ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ എന്റെ യേശു പഠിച്ചിട്ടില്ല. My Jesus did not study in any university or college. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ യേശുവിന് ലഭിച്ചിട്ടുള്ളൂ. He just had primary education. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ That is why once when Jesus was preaching, യേശുവിന്റെ പ്രഭാഷണ മധ്യത്തിൽ കുറച്ച് ശാസ്ത്രം സയൻസ് കടന്നു വന്നു. in the midst of the message of Jesus, some science crept in. യേശു പ്രസംഗിക്കുമ്പോൾ സയൻസ് പറയുന്നത് കേട്ടിട്ട് On listening Jesus preaching ഈ science, പരീശന്മാരായ ജ്ഞാനികൾ ചോദിക്കുകയാണ്, the Pharisees and the scribes are asking, ഇവിടെ വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവനെങ്ങനെ ഈ സയൻസ് പറയുന്നതെന്ന്. hey, this person without education, how is he preaching science? അത് യേശു വിദ്യാഭ്യാസം ചെയ്യാത്തവനായിരുന്നു. The Lord was without education. യേശു തന്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ When Jesus was choosing his 12 disciples, ആ PhD പഠിച്ചവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. he didn't choose any PhD scholar. BD പഠിച്ചവരെ MDV കഴിഞ്ഞവരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. He didn't choose anyone with MD. ഇന്ന് പല പാരമ്പര്യ സഭകളിലും Today in many conventional churches, അവർ അവകാശപ്പെടാറുണ്ട്, they claim, ഞങ്ങളുടെ ഒന്നാമത്തെ പാപ്പയാരെന്നറിയാമോ? you know who our first pastor of churches? അത് പത്രോസാകുന്നു. That is Peter. ഞങ്ങളുടെ ഒന്നാമത്തെ
ബാബയാരെന്നറിയാമോ? You know who our first pope is? അത് പത്രോസാകുന്നു. That is Peter. പക്ഷെ ഞങ്ങൾ സമ്മതിക്കുന്നു. But we accept it. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്. But one thing is പത്രോസ് sure. ഈ കാലഘട്ടത്തിലാ ജീവിച്ചിരുന്നതെങ്കിൽ Had Peter lived in this dispensation, നിങ്ങൾ ആരും അവനെ പാപ്പയുമാക്കത്തില്ല, ബാബയുമാക്കത്തില്ലായിരുന്നു. none of you would make him a cardinal or a pope. കാരണം എന്റെ പത്രോസിന് ഒരിക്കൽ പോലും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. Because not even once did my Peter gain education. അവൻ ആകപ്പാടി അറിയാവുന്ന വല നന്നാക്കാൻ അറിയാം. All he knew was to sew the net. അവൻ ആകപ്പാടി അറിയാവുന്ന മീൻ പിടിക്കാൻ അറിയാം. All he knew was to catch the fish. ഒരിക്കൽ പത്രോസ് യോഹന്നാനിൽ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടിട്ട് Once when Peter and John were preaching, പരീശന്മാർ പറയുകയാണ് ചെയ്യുന്നത്, the Pharisees opined, ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ മനുഷ്യരല്ലേ. these people do not have education. യേശുവിന്റെ ശിഷ്യന്മാർ പഠിപ്പില്ലാത്തവരായിരുന്നു. The disciples of Jesus lacked education. പഠിപ്പില്ലാത്ത പത്രോസിനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. The Lord chose the uneducated Peter. പഠിപ്പില്ലാത്ത അന്ത്രയോസിനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. The Lord selected the uneducated Andrew. പഠിപ്പില്ലാത്ത യോഹന്നാനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. The Lord selected the uneducated John. ഇന്ന് പഠിപ്പില്ലാത്തവരെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. Even today, the Lord is choosing the uneducated പെന്തക്കോസ്ത് ones. മാർഗ്ഗത്തിൽ ജ്ഞാനികൾ ഏറെയില്ല. There are not many wise people in the Pentecostal way. അതിന്റെ കാരണം എന്തെന്നറിയാമോ? You know the reason. ലോകത്തിൽ ജ്ഞാനികളെന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നവരുണ്ട്. There are people who flaunt as the wise in the world. അവരെല്ലാം ലജ്ജിച്ചോടുവാൻ പോകുകയാണ്. They're going to confound and run. അവർ നാണം കൊണ്ട് തലമറയ്ക്കാൻ ഇടം തേടി ഓടാൻ പോകുന്നു. They're going to seek a place to hide their head in shame. കാരണം ഈ ഭോഷന്മാരെ ചേർക്കുവാൻ യേശു കടന്നു വരും. Because Jesus will come to gather the feeble and the weak. ഇന്ന് ഈ ക്രൂശിന്റെ വചനം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ Today as we preach the message of the cross, ലോകത്തിനത് ഭോഷത്വമായിട്ട് തോന്നിയേക്കാം. unto the world it might seem foolish. പക്ഷെ ഒരിക്കൽ ഞങ്ങൾ മാനിക്കപ്പെടുന്ന ദിവസമുണ്ട്. But there is a day in which we'll be ഒരിക്കൽ honored. ഞങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട്. There is a day in which we'll be exalted. അന്ന് ലോകത്തിലെ ജ്ഞാനികൾ ലജ്ജിക്കും. That day the wise in this world will be put to shame. ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ In order to confound the wise in the world, ദൈവഭോഷന്മാരെ തെരഞ്ഞെടുത്തു. God chose the foolish. അതുകൊണ്ടാണ് നമുക്ക് ഈ മാർഗത്തിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചത്. That's why we were fortunate to come to this way. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, Just think about it. TPM-ൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് In order to do the ministry of God in TPM, ഒരു പോസ്റ്റ് ഗ്രാജുവേഷനെങ്കിലും പാസ്സാവണമെന്ന് ദൈവം വെച്ചിരുന്നെങ്കിൽ if a law was kept that you must at least pass post graduation, അനേകർ ഔട്ടായി പോയാണ്. many of our people would have been ousted. നമുക്ക് ആർക്കും ഈ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കത്തില്ല. None of us will be able to do this ministry. പക്ഷെ കർത്താവിന്റെ പ്രമാണം എന്ന് പറയുന്നത് The law of the Lord is ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷന്മാരെ ദൈവം തെരഞ്ഞെടുത്തു. to confound the wise in the world. He chose the അവരുടെ foolish. മക്കളാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത്. Unto them he confined the mystery of the kingdom of God. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല. There are not many wise people according to the opinion of the world. ബലവാന്മാരും ഏറെയില്ല. There are not many mighty, എന്ന് വെച്ചാൽ ധാരാളം ബലവാന്മാർ ഈ സമൂഹത്തിലുണ്ട്. which means there are a lot of mighty people in the society. നല്ല ആരോഗ്യമുള്ളവര്, There are people who are hale and hearty. ജിമ്മിനൊക്കെ പോകുന്നവര്, People who go to gym. 6 പാക്കും 7 പാക്കും ഒക്കെ ഉള്ളവരുണ്ട്. People who have got 6-pack and 7-pack. പക്ഷെ പെന്തക്കോസ്തുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? But take a look at the Pentecostal people. എവിടെ രോഗശാന്തി ഉണ്ടോ Wherever divine healing is അവർ there, അവിടെ ഓടി വന്നിരിക്കും. they will rush and attend the place. ഇവർക്ക് എന്നും അസുഖമാണെന്ന്. Every day they are with sickness. ഇവർക്കില്ലാത്ത രോഗങ്ങളില്ല. There are no sickness that they lack. എന്താണ് ഇതിന്റെ കാരണം എന്നറിയാമോ? You know the reason? കാര്യം ദൈവ ലോകത്തിലെ ബലഹീനരെയാണ് തെരഞ്ഞെടുത്തത്. Because God is choosing the weak and the frail. ബലഹീനരെ കൊണ്ട് ചെയ്യിക്കുന്ന വേലയാണ് കർത്താവിന്റെ വേല. The ministry of God is the ministry that is done to the weak people. അതുപോലെ ഈ പെന്തക്കോസ്ത് മാർഗ്ഗത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Likewise, have you observed the Pentecostal way? വലിയ കുടുംബ പാരമ്പര്യമുള്ളവരൊന്നും ഇതിനകത്ത് കാണത്തില്ല. People who have got tall family traditions are not here. പകലോ മറ്റങ്കാരോ ശങ്കരപുരിക്കാരോ ഇതിനകത്ത് ഒരു പക്ഷേ കണ്ടെത്തില്ല. Maybe tall people of the higher society won't be here. കള്ളിയാങ്കൽ കുടുംബക്കാരോ ഒരു പക്ഷേ ഈ മാർഗ്ഗത്തിൽ കണ്ടെന്ന് വരത്തില്ല. People of the noble families might be missing here. ദൈവ കുലീനന്മാരെ തെരഞ്ഞെടുത്തിട്ടില്ല. God never chose the noble. ഏതുമില്ലാത്തവരായി, Those who are nothing. ഒരു കാലത്ത് സമൂഹത്തിൽ നികൃഷ്ടന്മാരായി ജീവിച്ചവരായി, Those who were shunned in the society in the past. അവരെ കർത്താവ് തെരഞ്ഞെടുത്ത് മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. The Lord is selecting them, making them arrive in this way. അതാണ് ദൈവത്തിന്റെ വിളി എന്ന് പറഞ്ഞിരിക്കുന്നത്. That is the calling of God. അവർ ഈ മാർഗത്തിൽ ഈ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ Gleefully when they live in this way, ദൈവത്തെ എത്രമാത്രം സ്തുതിക്കേണ്ടതാണ്. you know how much we should praise God. പുനലൂർ സെന്ററിൽ ചണ്ണപ്പേട്ട എന്ന് പറയുന്ന ഒരു ലോക്കലുണ്ട്. There is a local called Channapet in Punalur Center. പണ്ടത് കൊട്ടാരക്കര സെന്ററിന്റെ ഭാഗമായി. Earlier it was a branch of the ഞാനിവിടെ Kottarakara ചില Center. വർഷങ്ങൾ
കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. Some years I've done the ministry of God there. അവിടെ നമുക്കൊരു വിശ്വാസി അപ്പനുണ്ടായിരുന്നു, ബേബിച്ചയൻ എന്ന പേര്. There was a believer called Mr. Baby. ചില വർഷങ്ങൾക്കപ്പുറത്ത് താൻ മരിച്ചുപോയി. Some years ago he passed away. ഈ ബേബിച്ചാന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാല്, You know the speciality of Mr. ആ Baby? ചണ്ണപ്പെട്ട ടൗണിന്റെ തലവേദനയായിരുന്നു ബേബിച്ചാൻ. He was the headache of the Chandapeta market. ഒരു 6 അടി നീളം He വരയ്ക്കുണ്ട്. was 5 foot high. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. He was a strong, healthy man. താൻ ആ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. Once he consumes the liquor, there is no controlling him. അയ്യോ, വായിന് വിടുന്ന നാട്ടുകാർക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. The people cannot hear what drops out of his mouth. ഇത്രയാ സമൂഹത്തിന് ശാപമായി ഒരു ദ്രോഹിയായി താൻ ജീവിച്ചു. Such a curse, such an evil to the society he was. എന്നാൽ ഒരിക്കൽ തന്റെ കുടുംബത്തിലൊരു സംഭവം ഉണ്ടായി. But one day an incident occurred in his family. തനിക്കൊരു മകളുണ്ടായിരുന്നു. He had a ആ daughter. മകൾക്കൊരു ഭൂതബാധയുണ്ടായി. That daughter had afflicted with a ghost, a ഈ demon. ഭൂതബാധ ഉണ്ടായപ്പോഴേ Once she was caught with the ഈ demon, ഭൂതത്തെ ഒഴിപ്പിക്കാൻ അനേക ദൈവദാസന്മാരെ കൊണ്ടുവന്നു. in order to leave this demon, many saints of God were brought. ഇവരാരൊക്കെ നോക്കിയിട്ട് ഈ ഭൂതം ഒഴിഞ്ഞു പോകുന്നു. All of them attempted, but this demon is not prepared to go. അവസാനം ഭൂതം ഒരു കണ്ടീഷൻ വെച്ചു. Finally, the demon kept his condition. TPM-ലെ വേലക്കാർ വന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ പോകാം, If the workers of God in TPM come and pray, I will go. അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. If not, I am not planning to go. ഇപ്പോഴും മല്ലപ്പള്ളി ഇരിക്കുന്ന പാസ്റ്റർ സൈമനാണ് അവിടെ ഇരിക്കുന്നത്. Now, Pastor Simon, who was in Mallapalli, was staying there. പാസ്റ്റർ സൈമൻ ഇപ്പോൾ ബാംഗ്ലൂർ ഇരിക്കുന്ന തമ്പിതുരച്ചാനെ വിളിച്ചു. Pastor Simon got Pastor Thambi, who was in Bangalore. തമ്പിതുര പാസ്റ്റർ ഒന്ന് പട്ടാടിയിലായിരിക്കുന്നത്. Thambidure Pastor was in Patai then. ഈ തമ്പിതുരെ പാസ്റ്റർ സൈമൻ സാറിനോട് ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പോയി. Pastor Thambidure and Pastor Simon went to that home to pray. പ്രാർത്ഥിച്ച് ഈ പിശാചി പെൺകുട്ടികൾ അടിഞ്ഞു പോകാൻ തുടങ്ങി. They prayed and the demon started departing from this പക്ഷെ അവ girl. പിശാച് അവസാനം ഒരു കരാറ് വെച്ചു. But finally, the devil kept a stipulation. ഞാൻ ചിന്തിക്കും പിശാച് ചിലരെ മാനസാന്തരപ്പെടുത്തുമല്ലോ എന്ന്. And he said that even the devil can be repented. പിശാചിന്റെ കരാർ എന്താണെന്നറിയാമോ? You know what the stipulation of the devil ഈ is? ബേബിച്ചാൻ ഇനിമേലാൽ വെള്ളമടിക്കരുത്. Hereafter, Mr. Baby should not consume liquor. ബേബിച്ചാൻ ആരാധനയ്ക്ക് TPM-ൽ പോകണം. Mr. Baby should go to the TPM Vaitam for worship. ദൈവം ഒരു മനുഷ്യനെ മുൻകണ്ടാൽ വിളിക്കുന്ന വഴി നിങ്ങളൊന്ന് ചിന്തിച്ചേ. Think about the way in which God is pursuing a person and calling him. സംഘപ്പെട്ടക്കാർ ഈ സംഭവം അറിയാവുന്നവരോട് ഇരിപ്പുണ്ട്. I believe that some people who know this incident is here. ബേബിച്ചാൻ സമ്മതിച്ചു, ഞാൻ വെള്ളമടി നിർത്തി. Mr. Baby accepted, okay, I am quitting liquor. ഇനിമേലാൽ ഞാൻ ഫെയ്ത്തമി പൊക്കോളാമെന്ന് പറഞ്ഞു. Hereafter, I will go to the faith home. പിശാച് ആ പെൺകുട്ടിയെ വിട്ടുപോയി. The devil departed that girl. ബേബിച്ചാൻ മാനസാന്തരപ്പെട്ടു. Mr. Baby repented. മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, Not only did he repent, ബേബിച്ചാൻ ചണ്ണപ്പെട്ട ടൗണിൽ കൂടെ വരുന്ന ഒരു കാഴ്ചയുണ്ട്. there is a sight, Mr. Baby walking through the streets of Chandapeta, ശുഭ്രമായ വെള്ളമുണ്ടും ധരിച്ച് wearing white and fair mundu, ഒരു നല്ല ഇറക്കമുള്ള വെള്ള ജുബായും ഇട്ട് wearing a lengthy kurta, ഒരു വെളുത്ത വെള്ള രണ്ടാം മുണ്ടും തോളിലിട്ട് putting on a second mundu on his shoulders, ഒരു പാരകന്റെ ചെരുപ്പൊക്കെ കാലിലിട്ട് wearing a paragon slippers on his feet. വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്ന കാഴ്ച കണ്ടാൽ There is a sight, he carrying the Bible and walking. കടകളിലിരിക്കുന്ന ഓരോരുത്തരും ഇറങ്ങി നോക്കുമായിരുന്നു. Every person in this market will step out and watch the sight. ദൈവത്തിന്റെ വിളിയുടെ സവിശേഷത അതാണ്. That is the speciality of the calling of God. ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവഭോഷന്മാരെ തെരഞ്ഞെടുത്തു. To confound the wise in the world, God chose the weak. ലോകത്തിലെ ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനരെ ദൈവം തെരഞ്ഞെടുത്തു. To confound the mighty in the world, God chose the feeble. ഉണ്ടെന്ന് പറയുന്നവരെ ഇല്ലാതെയാക്കി തീർക്കുവാൻ To undo those who say that they have. കുലഹീനരും That is wretched. നികൃഷ്ടരും That is abominable. ഏതുമില്ലാത്തവരുമായവരെ Those who are without anything, കർത്താവ് തെരഞ്ഞെടുത്ത് മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. God chose them and brought him to the faith. എന്തിനു വേണ്ടിയാണ് ദൈവം അവരെ വിളിച്ചെന്നറിയാമോ? You know why the Lord called them? ദൈവം അവരെ വിളിച്ചതിന് ഉദ്ദേശമുണ്ട്. There's a purpose behind God calling them. 1 കൊരിന്ത്യർ 1-ാം വാക്യത്തിലേക്ക് In 1 വരുമ്പോൾ Corinthians chapter 1, the 9th verse, വിശുദ്ധ പൗലോസ് അവിടെ പറയുകയാണ്, there Saint Paul says, തന്റെ പുത്രൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. He has called us unto the fellowship of the Son, Lord Jesus Christ. ഈ കൂട്ടായ്മയിലേക്ക് കർത്താവ് വിളിച്ചുകൊണ്ടുവന്നു. The Lord has brought us unto the fellowship, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ. the fellowship of our Lord Jesus Christ. ഏതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്? Which is the fellowship of our Lord Jesus Christ? കർത്താവ് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ The fellowship of Jesus is, അത് അപ്പോസ്തോലിക കൂട്ടായ്മയാകും. that is the apostolic fellowship. അതുകൊണ്ട് 1 യോഹന്നാൻ 1-ാം വാക്യത്തില് That's why in 1 John chapter 1, the 3rd verse, വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം പറയുകയാണ്, Saint John remarks so, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് that which we have seen and heard, നിങ്ങൾക്ക് ഞങ്ങളോട്
കൂട്ടായ്മ ഉണ്ടാകുവാൻ ഞങ്ങൾ അറിയിക്കുന്നു. We declare so that you might have fellowship with us. ഞങ്ങളുടെ കൂട്ടായ്മയോ Our fellowship പിതാവിനോടും is with the Father അവന്റെ പുത്രനായ യേശുവിനോടുമാകുന്നു. and with the Son Jesus Christ. വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, Saint John says, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണം. if you have the fellowship with us, അതിന്റെ കാരണം എന്താണെന്നറിയാമോ? you know what the reason is? ഞങ്ങളുടെ കൂട്ടായ്മ Our fellowship ദൈവത്തോട് മാത്രമാകുന്നു. is with God alone. അതാണ് അപ്പോസ്തലിക സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. That is the peculiarity of the apostolic church. ഞങ്ങൾ ഈ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ When we do the ministry of God, ഞങ്ങൾക്ക് ലോകത്തോട് കൂട്ടായ്മയില്ല. we don't have fellowship with the world. ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരോട് കൂട്ടായ്മയില്ല. We do not fellowship with the politicians. ഞങ്ങൾക്ക് സിനിമാക്കാരോട് കൂട്ടായ്മയില്ല. Not with film stars. ഈ ലോകത്തിലെ ലൗകികരായ മനുഷ്യരോട് ഞങ്ങൾക്ക് കൂട്ടായ്മയില്ല. Not with the worldly men in the earth. ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ When we do the ministry, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് മാത്രം കൂട്ടായ്മ ആചരിക്കുന്നു. we have fellowship with God alone. അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുകയാണ്, Therefore we call you. ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കടന്നു വരുവീൻ. Come to our fellowship. ഞങ്ങൾ കണ്ടു കേട്ടതുപോലെ നിങ്ങളോട് അറിയിക്കുകയാണ്, That we have seen and what we declare to ഈ you. കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കടന്നു വരണം. Arrive to this fellowship. എന്താണ് അപ്പോസ്തലിക കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ? What do you mean by the apostolic fellowship? അപ്പോസ്തലിക കൂട്ടായ്മയ്ക്ക് Apostolic fellowship അഥവാ പുതിയ നിയമസഭയ്ക്ക് or the New Testament church, അതിന് രണ്ട് ഭാഗങ്ങൾ. അതിന്റെ അപ്പോസ്തലിക കൂട്ടായ്മയ്ക്ക് രണ്ട് ഭാഗങ്ങളുള്ളതായി കാണുവാൻ സാധിക്കും. apostolic fellowship has got two parts. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. Let us read Hebrews chapter 3, the first verse. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. പുതിയ നിയമസഭയുടെ ശുശ്രൂഷയുടെ സവിശേഷത അതാണ്. The speciality of the New Testament ministry is this. പുതിയ നിയമസഭയുടെ ശുശ്രൂഷയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. The New Testament ministry has got two parts. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു. The ministry of Jesus had got two parts. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും The apostle that we accept മഹാപുരോഹിതനുമായ and the high priest. യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവീൻ. Consider Lord Jesus Christ. യേശുക്രിസ്തു ഒരേ സമയം അപ്പോസ്തലനായിരുന്നു, Jesus Christ at the same time was an apostle. അതേ സമയം മഹാപുരോഹിതനുമായിരുന്നു. Meanwhile, he was a high priest. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ When Jesus came to this world, ഒരു അപ്പോസ്തലനായി കടന്നു വന്നു. he came here as an apostle. യേശു ഇവിടെ നിന്ന് മടങ്ങിപ്പോയപ്പോൾ When Jesus bid farewell ഒരു from here, മഹാപുരോഹിതനായി കടന്നുപോയി. he departed being a high priest. യേശുവിൽ അപ്പോസ്തലത്വമുണ്ട്, In Jesus there is apostolism യേശുവിൽ പൗരോഹിത്യമുണ്ട്. and there is priesthood as well. അതിൽ പുതിയ നിയമസഭ എന്ന് പറയുമ്പോൾ Therefore the New Testament churches, അതിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത the speciality of the ministry, അത് ഒരു അപ്പോസ്തോലിക that's ശുശ്രൂഷയാണ്. the apostolic ministry. അപ്പോൾ തന്നെ അതൊരു പൗരോഹിത്യ ശുശ്രൂഷയുമാണ്. Meanwhile, that's a priestly ministry as well. എന്താണ് ഈ അപ്പോസ്തോലിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by this apostolic ministry? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ When our Lord Jesus Christ came to this world, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, as I reminded earlier, യേശു ഒരു അപ്പോസ്തലനായി കടന്നു വന്നു. Jesus came as an apostle. എന്തായിരുന്നു യേശുവിന്റെ അപ്പോസ്തലത്വത്തിന്റെ പ്രത്യേകത? What was the uniqueness of the apostolism of Jesus? വിശുദ്ധ ലൂക്കോസ് 9:58 വാക്യം. In Luke chapter 9, the 58th verse, യേശു പ്രകാരം പറയുകയാണ്, Jesus says so. കുറുനരികൾക്ക് കുഴിയും The foxes have got holes, ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട്, and the fowls of the air has got nests. പക്ഷേ മനുഷ്യപുത്രനോ But the Son of Man, തലചായ്ക്കുവാൻ ഇടമില്ല. he has got no place to lay his head. ഇതാണ് യേശുവിന്റെ അപ്പോസ്തലത്വം എന്ന് പറയുന്നത്. This is the apostolic nature of Jesus. ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുണ്ട്, The birds of the air have got nests. കുറുനരികൾക്ക് കുഴികളുണ്ട്, The foxes have holes. മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ ഇടമില്ല. Oh, but the Son of Man has got no place to lay his head. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം What is the meaning? യേശു ഇവിടെ എങ്ങും ഉറങ്ങിയില്ലെന്നല്ല, Jesus didn't sleep here. That doesn't mean. യേശു വീട്ടിൽ പാർത്തില്ലെന്നല്ല, It's not that Jesus resided in any house. യേശു ഭക്ഷണം കഴിച്ചില്ലെന്നല്ല, It's not that Jesus didn't dine. യേശു ഭക്ഷണം കഴിച്ചു, Jesus ate. യേശു വസ്ത്രം ധരിച്ചു, He put on the clothes. യേശു വീട്ടിൽ പാർത്തു, He dwelt in a house. യേശു ഉറങ്ങി, He slept. എല്ലാം കർത്താവ് ചെയ്തു. The Lord did everything. പക്ഷെ ഇതൊന്നും യേശുവിന്റെ But അല്ലായിരുന്നു. none of this was of Jesus. ഇതൊന്നും യേശുവിന് None സ്വന്തമല്ലായിരുന്നു. of this belonged to Jesus. അവൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഇതൊക്കെ അനുഭവിച്ചെങ്കിലും ഇതൊന്നും യേശുവിന് സ്വന്തമല്ല. Even though he experienced everything, it didn't belong to Jesus. അവൻ ഈ ലോകത്തിൽ അന്യനും പരദേശിയുമായി ജീവിച്ചു. He lived as a stranger and a pilgrim in this earth.
work. കർത്താവിന്റെ ശുശ്രൂഷകരെ ഞങ്ങൾ We, the workers of ഈ God, അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യുമ്പോൾ as we do the apostolic ഈ ministry, ഒരു വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. we live on this condition. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോയി ബ്രദർ ഇവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. Now the brother Joy is here. താൻ വളരെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി ഒരു വലിയ മനോഹരമായ വിശ്വാസഭവനം പണിതു. He was afflicted, he shed tears, prayed and built a faith home. നല്ല ഒരു ആരാധനാ ഹാൾ, A beautiful worshiping നല്ല hall. ഒരു വിശ്വാസ വീട്, A sublime faith home. ഒരുപാട് പ്രാർത്ഥിച്ചതാവും, Lot of prayers were made. ഒരുപാട് കരഞ്ഞതാവും. Lot of tears were shed. ജോയി മൂപ്പന്റെ സ്വന്തമാണോ? Is this the own of Elder Joy? നാളെ നമ്മുടെ അപ്പച്ചൻ ജോയി മൂപ്പനോട് ഫോൺ ചെയ്ത് പറയുകയാണ്, Tomorrow if a pastor is calling Elder Joy and saying, ജോയി നീ ഇന്നടത്തോട്ട് പൊക്കോ എന്ന് പറഞ്ഞാൽ, Elder Joy, you're transferred to this "ആ, place. ഞാൻ പോകത്തില്ല, Can you say, Pastor, I won't go. ഇത് ഞാൻ പണിത വീടാ, This is the hall that I ഞാൻ built. പ്രാർത്ഥിച്ചുണ്ടാക്കിയതാണ്." I prayed and made this. ഒരിക്കലും പറയത്തില്ല. No, he will never say that. ജോയി അവന്റെ പുസ്തകം എടുത്ത് ബൈബിളും കൈ പിടിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. Elder Roy will take his book and he will go to another place. ജോയി എന്താ വിളിച്ചു പറയുന്ന അറിയാമോ? What will he say? കുറുനരികൾക്ക് കുഴികളുണ്ട്, Foxes have got holes. ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുണ്ട്, Fowls of the air have got nests. മനുഷ്യപുത്രനോ തല ചായ്ക്കുവാൻ ഇടമില്ല. But the Son of Man has got no place to lay his ലോകത്തിൽ head. ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് പാർക്കുവാൻ വീടുകളുണ്ട്, In this world we have houses to dwell. ഞങ്ങൾക്ക് സ്നേഹിക്കുവാൻ മാതാപിതാക്കളുണ്ട്, We have parents to love. പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. But we have nothing on our own. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, Our Lord Jesus Christ said, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ while we live in this world, യേശു 12 പേരെ തെരഞ്ഞെടുത്തിട്ട് Jesus chose 12 അവരെ അപ്പോസ്തലന്മാരെന്ന് പേരിട്ടു. and named them as apostles. വിശുദ്ധ മത്തായി 10-9 വാക്യത്തിലേക്ക് വരുമ്പോൾ In Saint Matthew chapter, then the ninth യേശു verse, അവരെ പ്രേക്ഷിത പ്രവർത്തിക്ക് വേണ്ടി അയച്ചു, Jesus is giving them for the public ministry. സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയച്ചു. For the gospel ministry, he's sending them. അയക്കുമ്പോൾ ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു, While he was assigning them, he said, one thing, മടിശീല എടുക്കരുത്, do not take the coats, പൊന്നും വെള്ളിയും ചെമ്പും എടുക്കരുത്, do not take the gold or the silver, വഴിക്ക് പോകുവാൻ പൊക്കണമൊന്നും എടുക്കരുത്, and do not take a scrip for your journey. രണ്ടുടുപ്പും പ്രത്യേകിച്ച് ചെരുപ്പും കരുതരുത്. Do not keep 2 coats or 2 shoes. ഇതൊന്നും കരുതരുതെന്ന കർത്താവ് Do പറഞ്ഞിരിക്കുന്നു. not keep anything with you, he എന്നിട്ട് says. യേശു പറഞ്ഞു, Then Jesus said, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണ്. the workman is worthy of his meat. ഞങ്ങൾ ഈ ക്രമത്തിലാണ് ജീവിക്കുന്നത്. We live in this order. ഇവിടെ നിന്ന് ഈ പ്രിയപ്പെട്ട ജോഹി മാറി സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ Once Elder Joy is transferred to another place, മടിശീല എടുക്കത്തില്ല, he won't take the thing. പൊക്കണം എടുക്കത്തില്ല. He won't take the coat. ഒരു 10 വർഷത്തേക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുമായിട്ടല്ല പോകുന്നത്. He's not going with the facility to live for the next 10 years. കാലിലിട്ടിരിക്കുന്ന ചെരുപ്പും കൊണ്ട് പോകും, He will take the shoes along with him. ധരിച്ചിരിക്കുന്ന വസ്ത്രവുമായിട്ട് പോകും, He will go with the clothes that he's wearing. വേദപുസ്തകം പിടിച്ചുകൊണ്ട് He പോകും. will carry the word of God. കയ്യിൽ എന്തെങ്കിലും വേലയുടെ ബാലൻസ് ബാക്കിയുണ്ടെങ്കിൽ If there is any remnant of the price he അത് got, വിശുദ്ധന്മാരെ കൊണ്ടുചെന്ന് he ഫരമേൽപ്പിക്കും. will give it to the servants of God. എന്നിട്ട് ഇവിടെ നിന്ന് സകലതും ഇവിടെ ഏൽപ്പിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് കടന്നു Then പോകും. giving everything over here, he's going to the another place. യേശു ഇത് പറഞ്ഞതാണ്. Jesus said this. നിങ്ങൾ പോകുമ്പോൾ ഒന്നും കരുതിക്കൊണ്ട് പോകരുത്. When you do go, do not take anything. മടിശീല കരുതിക്കൊണ്ട് Do not take പോകരുത്, a brass. പൊക്കണം കരുതിക്കൊണ്ട് Do not take പോകരുത്, a purse. വസ്ത്രങ്ങൾ കരുതിക്കൊണ്ട് Do not take പോകരുത്, the clothes. ഭാവിക്ക് വേണ്ടിയുള്ള ചെരുപ്പ് കരുതിക്കൊണ്ട് Do not take പോകരുത്. the shoes for the future. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ കരുതിക്കൊള്ളും. God will provide everything for you. ഞങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ As we do the ministry of God, ഞങ്ങൾ സകലതും വിട്ട് കർത്താവിനെ പിൻഗമിച്ചു. leaving everything, we follow the Lord. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ When we come to Saint Mark, 10-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തില് chapter 10, verse number 29, യേശു തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, Jesus said so. എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും For my sake and for the gospelization, സഹോദരനെയോ സഹോദരിയെയോ the brother or the sister, അമ്മയോ അപ്പനെയോ the father or the mother, നിലങ്ങളെയോ വിട്ടുകഴിഞ്ഞാൽ or the land, ഈ ലോകത്തിൽ തന്നെ in this world, 100 മടങ്ങ് 100-fold, വീടുകളെയും houses, അപ്പനെയും fathers, അമ്മയെയും mothers, സഹോദരന്മാരെയും sisters, സഹോദരിമാരെയും children, നിങ്ങൾക്ക് ഞാൻ തരാം. I will give it to you. നിങ്ങളിൽ നിത്യജീവനെ അവകാശമാക്കാത്തവരാരും None ഉണ്ടായിരിക്കണം. of you should not be partakers of the eternal life. ഈ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങളുടെ വീട് വിട്ടു, As we heard this voice, we left our ഞങ്ങളുടെ house. മാതാപിതാക്കളെ ഞങ്ങൾ വിട്ടു. We left our parents. ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കൾക്ക് എത്ര സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. The parents who reared us up, how many dreams did they എന്റെ have? അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, My mother used to ask me time and again, വയസ്സാകുമ്പോ നീ എന്നെ നോക്കുമോ എന്ന് ചോദിക്കുമായിരുന്നു. Son, will you take care of me as I'm old? ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ When I set out for the ministry of എന്റെ God, മാതാപിതാക്കളെ അടുത്തേക്ക് വിളിച്ചു. my parents approached me. വിളിച്ചിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു, They called me and said, ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. I'm going to the ministry of God. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. For you, I cannot do anything. കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്തോമിൽ വിശുദ്ധന്മാരുണ്ട്. In the Kottarakara Faithom, there are the servants of God. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭാരമുണ്ടെങ്കിൽ കൊട്ടാരക്കര
കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ പോയി വിശുദ്ധന്മാരെ കണ്ട് പ്രാർത്ഥിക്കണം. If you need any burden or anything of your side, go to the Kottarakara Faith Home and pray to the servants of അവർ God. പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം If they pray, there will be a resolution to your problem. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്. I am going to the ministry of God. ഇത് പറഞ്ഞിട്ടാണ് എന്റെ വീട് വിട്ട് ഞാൻ കർത്താവിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നത്. Saying so, I quit my house and came to the ministry. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters inclining, പിന്നീട് കാലമെത്രയോ കഴിഞ്ഞു. and time had fleed by. എന്റെ മാതാപിതാക്കൾക്ക് ഒരു ജോഡി വസ്ത്രം പോലും ഞാൻ വാങ്ങിച്ചു I didn't കൊടുത്തിട്ടില്ല. even purchase one attire of garment for my parents. ഒരു നേരത്തെ ആഹാരം പോലും ഞാൻ അവർക്ക് വാങ്ങിച്ചു Not കൊടുത്തില്ല. even one morsel of food I bought for them. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചു. Absolutely, I surrendered my life for the ministry. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ലഭിച്ചു? Therefore, what did I get? യേശു തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, Master Jesus said so. നീ സകലതും വിട്ട് എന്നെ പിൻഗമിക്ക്. Leave everything and follow me. സുവിശേഷ നിമിത്തം നിന്റെ അമ്മയെ വിട്. For the gospel, leave your mother. സുവിശേഷ നിമിത്തം നിന്റെ അപ്പനെ വിട്. For the gospel, leave your father. ഒരിക്കൽ കർത്താവ് ഒരുത്തനെ വിളിച്ച് എന്റെ പിന്നാലെ വരാൻ. Once Jesus called a person to follow me. അവൻ കർത്താവിനോട് പറയുകയാണ്, He said unto the Lord, കർത്താവ് എന്റെ അപ്പൻ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. Oh Lord, my father is in a serious condition. എന്റെ അപ്പനെ ഒന്ന് അടക്കിയിട്ട് ഞാൻ വന്നാ പോലെ. After burying my father, I will. യേശു അവനോട് ഇപ്രകാരം പറഞ്ഞു, Jesus told him so. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. Those who are dead, let them bury those who are dead. നീ പോയി ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്ക. You go and preach the ministry of the kingdom of God. ഇതാണ് അപ്പോസ്തലിക ശുശ്രൂഷ എന്ന് പറയുന്നത്. This is the apostolic ministry. ജഡബന്ധങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് Afflicting the carnal bending. വിശുദ്ധ പൗലോസ് പറയുന്നു, Saint Paul says, ഇന്നു മുതൽ ജഡപ്രകാരം ആരെയും ഞങ്ങൾ അറിയുന്നില്ല. from today we know none according to the flesh. സകല ആത്മപ്രകാരമുള്ള ബന്ധം. Everything is the spiritual bonding. ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ വിട്ടപ്പോൾ, When we left our parents, ജഡപ്രകാരമുള്ള സഹോദരങ്ങളെ വിട്ടപ്പോൾ, when we left our fleshy brothers, ജനിച്ച് കളിച്ചു വളർന്ന വീട് വിട്ടപ്പോൾ, we left the house where we played and reared up, ഞങ്ങൾക്ക് നല്ല മനോഹരമായ വീടുകൾ തന്നു. we got beautiful ഓ, houses. കുളനടയിൽ എത്ര മനോഹരമായ വീട് ദൈവം ഞങ്ങൾക്ക് തന്നു. What a beautiful home the Lord has given us in Kulanara. ലോകത്തിലെ ഏതാണ്ട് 55-56 രാഷ്ട്രങ്ങളിൽ ഞങ്ങൾക്ക് വീടുകളുണ്ട്. In around 55 to 56 countries we have got homes. എവിടെ പോയാലും ഞങ്ങളെ കൈക്കൊള്ളാതിരിക്കത്തില്ല. Wherever we go, we'll be received. ഞങ്ങൾക്ക് കയറി കിടക്കുവാൻ കിടക്കി അവർ തരും. There's a bed for us to board. ഞങ്ങൾക്ക് കഴിക്കുവാൻ ഭക്ഷണം അവർ തരും. He'll provide us food to eat. ഞങ്ങളെ സ്നേഹിക്കുവാൻ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാരും അപ്പന്മാരും ഉണ്ട്. Thousands and millions of fathers and mothers are there to love us. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിൽക്കുവാൻ ആയിരക്കണക്കിന് മാതാപിതാക്കൾ. There are millions of fathers to pray for us. ഞങ്ങൾക്ക് വേണ്ടി കരയുവാൻ സഹോദരീ സഹോദരന്മാർ. There are brothers and sisters who cry on our behalf. എവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഇത് ലഭിച്ചത്? From where did we get it all? ഞങ്ങൾക്കുള്ളതൊക്കെയും വിട്ട് കർത്താവിനെ പിൻഗമിച്ചു. Whatever we had, we abandoned it and followed the Lord. അതുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തമാണിത്. Therefore the Lord has given us His promise. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. That's what Jesus said. യേശുക്രിസ്തു വീട്ടിൽ ഉറങ്ങി. Jesus slept in a house. യേശുക്രിസ്തു വീട്ടിൽ ഭക്ഷണം കഴിച്ചു. He dined in a house. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും യേശു പങ്കെടുത്തു. He took part of all the things in this പക്ഷെ world. ഒന്നും കർത്താവിന് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. But nothing belonged to the Lord. യേശു പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും, Jesus said the foxes have got holes. ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട്. The fowls of the air has got nests. മനുഷ്യപുത്രനോ തല ചായ്ക്കുവാൻ ഇടമില്ല. But the Son of Man has got no place to lay his സമയം head. പോകുന്നതോട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് As പോകട്ടെ. time is ticking by, let me move on. നമ്മുടെ കർത്താവ് നമ്മളെ Our വിളിക്കുകയാണ്. Lord Jesus Christ is calling നിങ്ങൾ us. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവീൻ. You come to the fellowship of Jesus. അപ്പോസ്തലിക ശുശ്രൂഷയിലേക്ക് കടന്നു വരുവീൻ. Arrive to the apostolic ministry. മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കലേക്ക് കടന്നു വരുവീൻ. Come to the priest according to the order of Melchizedek. പലരും പറയുന്നത് There again it said, പുതിയ നിയമസഭയിൽ പൗരോഹിത്യം ഇല്ലെന്നാ പറയുന്നത്. in the New Testament church there is no priestly ministry. ശേഷം മിക്കവാറും പെന്തക്കോസ്ത് സഭകൾ പഠിപ്പിക്കുന്നത് Most of the Pentecostal churches teach, പുതിയ നിയമസഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ ഇല്ല. in the New Testament church there is no priestly ministry. മറിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. In turn, all the people who receive the anointing are of the priestly nation. അതുകൊണ്ട് പുതിയ നിയമസഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ ഇല്ല എന്നാ പറയുന്നത്. Therefore there is no priestly ministry in the New Testament church, they say. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. Everyone who's received the anointing is a part of the royal priesthood. അത് സത്യം തന്നെയാണ്. That is true. അത് എന്തിനു വേണ്ടിയാണ് രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തത്? What for did he make them the priestlyhood? നമ്മളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. Our body is the temple of God. ഇതിനകത്ത് യാഗങ്ങളും വഴിപാടുകളും നടക്കണം. Sacrifices and offerings must happen within. ഇതിനകത്ത് സ്തോത്രവും പ്രാർത്ഥനയും ബലികളും അർപ്പിക്കണം. Praise
Jesus, prayer and sacrifice must be made ഈ inside. ആത്മീക യാഗം കഴിക്കണമെന്നുണ്ടെങ്കിൽ If a spiritual sacrifice must be made, നമ്മൾ ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമായി തീർന്നെങ്കിലേ സാധിക്കത്തുള്ളൂ. we cannot but become the royal priesthood of God. അത് വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ടാണ് Individually, as we are the temple of God, നമ്മൾ ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമായി തീരുന്നത്. each one of us are becoming the royal priesthood. പക്ഷെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ But in order to do the ministry of God, അത് അഹരോനെ പോലെ ദൈവം വിളിച്ചവർക്കേ സാധിക്കത്തുള്ളൂ. only those who are called like Aaron can do it. പഴയ നിയമ ഇസ്രായേലിനെ നിങ്ങൾ നോക്കിയാട്ടെ. Take a look at the Old Testament Israel. ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. Israel had got 12 tribes. ഗോത്രങ്ങളിൽ എണ്ണപ്പെടാത്ത ലേവി ഗോത്രവും ഉണ്ടായിരുന്നു. And there was a tribe of Levi that was not counted. അവരെല്ലാവരും സിനായ് പർവ്വതത്തിന്റെ അടിവാരത്തിലേക്ക് കടന്നു വന്നു. All of them came to the valley of Mount Sinai. ദൈവം അവരെ നോക്കി ഇപ്രകാരം പറയുകയാണ്. Beholding them, the Lord says, പുറപ്പാട് 19 6 വാക്യം, Exodus 19:6, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും you will be a priestly nation വിശുദ്ധ ജനവുമായിരിക്കും. and you will be a holy people. ഇസ്രായേലേ, നിങ്ങൾ എനിക്കൊരു രാജകീയ പുരോഹിത വർഗമാകുന്നു. Lo, Israel, you are my royal priesthood. നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമാകുന്നു. You are my holy people. രൂബേൻ രാജകീയ പുരോഹിത വർഗമാണ്. Reuben is a royal priesthood. ആശേർ രാജകീയ പുരോഹിത വർഗമാണ്. Asher is a royal priesthood. ബെന്യാമീൻ രാജകീയ പുരോഹിത വർഗമാണ്. Benjamin is a royal priesthood. നഫ്താലി രാജകീയ പുരോഹിത വർഗമാണ്. Naphtali is a royal priesthood. പക്ഷെ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ But in order to do the ministry of the temple of God, ലേവ്യർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. only the Levites could do it. യഹോവയുടെ ആലയത്തിൽ രൂബേന് കയറുവാൻ സാധിക്കത്തില്ല. Reuben cannot enter the temple of God. രൂബേൻ പറയുവാതിരിക്കട്ടെ. Reuben might say, പണ്ട് സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് early in the valley of Mount Sinai, എന്നെയും കൂടെ നോക്കിക്കൊണ്ടാ പറഞ്ഞ രാജകീയ പുരോഹിത വർഗമാണ്. looking at me also, he said, I'm the royal അതുകൊണ്ട് priesthood. എനിക്കും ആലയത്തിൽ നിന്ന് കടക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. Therefore, I can also barge into the temple. No, that cannot happen. അത് അഹരോനും അവന്റെ ലേവി ഗോത്രത്തിനും മാത്രം നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാ. Only Aaron and the tribe of Levi is appointed to do that. പുതിയ നിയമസഭയ്ക്ക് The New Testament church, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച എല്ലാവരും രാജകീയ പുരോഹിതന്മാർ. all those who are anointed are the royal priesthood. പക്ഷെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകരായി But തീരണമെങ്കിൽ in order to be a minister of the New Testament church, മൽക്കീസദേക്കിന്റെ ക്രമത്തിലുള്ള പുരോഹിതന്മാരായി തീരണം. they must be the priesthood of the order of Melchizedek. എന്താണ് മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത്? Which is the order of Melchizedek? എബ്രായ ലേഖനം 7 അധ്യായം 3 വാക്യത്തിലേക്ക് വരുമ്പോൾ In Hebrews chapter 7, the 3rd അവിടെ verse, മൽക്കീസദേക്കിന്റെ ക്രമത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. there we come across the order of അവന് Melchizedek. മാതാവില്ല, He is not mother, അവന് പിതാവില്ല, no father, അവന് വംശാവലിയില്ല, no descent, അവന് ജീവാരംഭവും ജീവാവസാനവുമില്ല. neither beginning of days or end of ഇതാണ് life. മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത്. This is the order of Melchizedek. യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമത്തിലാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തത്. Jesus did the mystery of the priesthood according to the order of Melchizedek. ഈ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന ഞങ്ങൾ We, the New Testament minister, ഇതേ ക്രമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. do the priestly ministry in the same order. ഞങ്ങൾക്ക് മാതാവും പിതാവുമില്ല. We do not have father or mother. ഞങ്ങൾ ജഡപ്രകാരം ആരെയും അറിയുന്നവരല്ല. We don't know man according to the flesh. സുവിശേഷ നിമിത്തം ഞങ്ങൾ ഇതൊക്കെയും ത്യജിച്ചവരാ. According to the gospel, we have disdained everything. അത് മാത്രമല്ല മൽക്കീസദേക്കിന് Moreover, for Melchizedek, വംശാവലിയില്ല എന്ന് there പറഞ്ഞിരിക്കുന്നു. is no genealogy. എന്താണ് വംശാവലിയില്ല എന്ന് പറഞ്ഞ What അർത്ഥം? is descent or genealogy? പിന്തലമുറയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. There is no next generation. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പിന്തലമുറയില്ലാത്തവനായിരുന്നു. Our Lord Jesus Christ didn't have a generation. വിശുദ്ധ മത്തായി 1:1 വാക്യം ആരംഭിക്കുമ്പോൾ In Matthew chapter 1, the first verse, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ അബ്രഹാമിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. it is according to Jesus Christ, the son of David, the son of Abraham. അബ്രഹാമിന്റെ പുത്രനായ The son of Abraham, ദാവീദിന്റെ പുത്രനായ son of David. യേശുക്രിസ്തുവിന്റെ പുത്രനായ എന്ന് പറയാൻ ആരുമില്ല. No one is there to say that the generation of Jesus, അബ്രഹാമിന്റെ പുത്രനായ the son of Abraham, ദാവീദിന്റെ പുത്രനായ son of David, യേശുക്രിസ്തുവിന്റെ വംശാവലി. the generation of Jesus Christ. യേശുവിൽ വംശാവലി The അവസാനിക്കുകയാണ്. generation ends in Jesus. എന്താ കാരണമെന്നറിയാമോ? You know why? അവൻ മൽക്കീസദേക്കിന്റെ വിധത്തിലുള്ള പൗരോഹിത്യമുള്ളവനാണ്. He has got the priesthood of the order of Melchizedek. ഞങ്ങൾ ഈ മൽക്കീസദേക്കിന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യം ഏറ്റെടുക്കുമ്പോൾ When we take the priesthood of the order of Melchizedek, സ്വർഗരാജ്യ നിമിത്തം ഞങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി. according to the kingdom of God, we consider ourselves as eunuchs. ഞങ്ങളുടെ വംശാവലി ഇവിടെ അവസാനിപ്പിച്ചു. Our genealogy ends there. എന്റെ വല്യപ്പച്ചന്റെ പേര് ഗീവർഗീസ് എന്നാ. My grandfather was named G. Givergis. എന്റെ അപ്പച്ചന്റെ പേര് മത്തായി എന്നാ. My grandfather's name was എന്റെ Matthias. പേര് റോഹി എന്നാ. My name is Roy. അതിനപ്പുറത്ത് ഈ വർഗീസിന്റെ മുകളിലുള്ള അപ്പൻ ആരാധന വെച്ചാൽ എനിക്കിട്ട് അറിയത്തില്ല. And if you ask me who is
sending their workies, I do not know the answer. അതുകൊണ്ട് എന്റെ വംശാവലി പറഞ്ഞാൽ Therefore, if I speak about my genealogy, ഗീവർഗീസ് മത്തായിയുടെ മകനായ the son of Georges, മത്തായിയുടെ മകനായ son of Matthew, റോയിയുടെ വംശാവലി the generation of Roy. ഇതിന്റെ പിന്നിലോട്ട് പറയാൻ ഇല്ലെന്നേ. There's nothing to say beyond ആ that. വംശാവലി അവിടെ നിന്നുപോയി. The genealogy stops there. എന്താ കാരണമെന്നറിയാമോ? You know the reason. ഞങ്ങൾ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. We do the ministry in the order of Melchizedek. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Therefore, brothers and sisters, inclining, നിങ്ങൾക്ക് ദൈവ തേജസ്സിന് കൂട്ടാളികളായി തീരണമോ? if you want to be partakers of the divine glory, നിങ്ങൾക്ക് തേജസ്സേറിയവനായ യേശുവിനെ കാണണമോ? if you want to see the glorious Jesus, നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവീൻ. you come to this fellowship. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ. The fellowship of our Lord and Savior Jesus Christ. കർത്താവ് ഈ കൂട്ടായ്മയിലേക്കാണ് വിളിക്കുന്നത്. Jesus is beckoning you to this fellowship. രണ്ടാമത് കർത്താവ് വിളിക്കുന്നത് Secondly, the Lord calls. 2 തെസ്സലോനി 2:11 വാക്യത്തിലേക്ക് വരുമ്പോൾ In 2 Thessalonians chapter 2, the 11th അവിടെ verse, വിശുദ്ധ പൗലോസ് പറയുന്നത്, there Saint Paul says, തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിച്ചിരിക്കുന്നു. for the glory of his kingdom he has called you. വായിച്ചു നോക്ക. 2 തെസ്സലോനി 2:11 വാക്യം വായിച്ചാണ്. Let us read 2 Thessalonians chapter 2, the 11th verse. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ആ. അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ ആ. നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ, To attain the glory of Jesus. ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചത്. He has called you into the salvation by the proclamation of our gospel. എന്തിനു വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്? What for are you called? യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം. To attain the glory of Jesus. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ പങ്കാളികളാക്കി തീർക്കണം. To be partaker of his kingdom and his glory. ഈ മർമ്മം പലർക്കും അറിയത്തില്ല. Many people doesn't know this mystery. പലരും യേശുവിനെ പിൻഗമിക്കുന്നുണ്ട്. Many people follow Jesus. കാണുന്നിടത്തൊക്കെ ആരാധനയ്ക്ക് പോവുകയാണ്. Wherever they see, they are attending the worship. എന്താ അവരുടെ ഉദ്ദേശം എന്നറിയാമോ? You know their purpose? അവര് കർത്താവിനെ പിൻഗമിക്കേണ്ട ഉദ്ദേശം, The purpose behind them following the Lord is അവർക്ക് രോഗശാന്തി വേണം, they need divine healing. അവർക്ക് സൗഖ്യം ഉണ്ടാവണം. They need healing. ഇപ്പോൾ ഈ ഉപദേശം ഞാൻ ഇവിടെ പറയുമ്പോഴേ, Now as I say this doctrine here, കർത്താവ് നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ ജനം എല്ലാം ഇളകുവാനിടയായി. if I tell you the Lord will touch and heal you, all the people will revive. ഇന്ന് അനേകര് കർത്താവിനെ പിൻഗമിക്കുന്ന ഉദ്ദേശം എന്തെന്നറിയാമോ? You know the reason behind many people following the Lord? അവർക്ക് രോഗശാന്തി വേണം, They want divine healing. അവർക്ക് നല്ല ജോലി കിട്ടണം, They need fine profession. അവർക്ക് 2 നിലയുള്ള ഒരു വീട് പണിയണം, They need a 2-storied building house. അവർക്ക് 25 ലക്ഷം രൂപയുടെ കാർ They വാങ്ങിക്കണം, need a car with 25 lakhs. മൂത്ത മോളെ കാനഡയിലും വിടണം, ഇളയവരെ ന്യൂസിലാൻഡിലും They വിടണം. need to send the younger doctor to Canada and the younger one to New Zealand. ഇതിനു വേണ്ടിയാ കർത്താവിനെ പിൻഗമിക്കുന്നത്. For that they are following Jesus. ലൗകിക ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി. For the pleasure of the worldly എന്നിട്ട് life. പ്രവാചകനെ കാണുമ്പോൾ ചോദിക്കും, When they see the prophet, they ask, പാസ്റ്ററെ വല്ലതും കണ്ടോ? Pastor, did you see ഈ anything? പാസ്റ്ററാരോ പുള്ളി? Who's this pastor? പുള്ളി ഇവൻ പറയും, ആകാശത്തൂടെ മഞ്ഞ് രാജ്യത്തിലേക്ക് പറക്കുന്ന കണ്ടെന്ന് പറയും. He will say, I saw him soaring to a distant land in the sky. പാസ്റ്റർ പറയും, 6 ശമ്പളം വാങ്ങിക്കുന്ന The കണ്ടെന്ന് pastor പറയും. says 6-digit salary he's going to get. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അമ്മാമയ്ക്ക് ആത്മാവ് കയറുവാനിടയായി തീരാ. And you will be exalted in that spirit. എല്ലാം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Beloved ones inclining to me. നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്ന ഇതിനൊന്നുമല്ല. It's not for this that the Lord has ഈ called you. ലോകത്തിൽ സമ്പന്നരാക്കി തീർക്കുവാനല്ല. Not to be wealthy in this world. അങ്ങനെയെങ്കിൽ പത്രോസിന് 5 നിലയ്ക്ക് കെട്ടിടം ഉണ്ടായാനേ. If so, Peter will have a 5-storied building. പത്രോസ് ഒരു കളക്ടറായി തീർന്നേനെ. Peter might have been a collector. യോഹന്നാൻ ഒരു വലിയ കമാൻഡിംഗ് ഓഫീസറായി തീർന്നേനെ. John might have been a commanding officer. അവരാരും സമൂഹത്തിൽ ഒന്നുമായി തീർന്നില്ല. None of them are nothing in the society. അവരൊക്കെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി മരിച്ചു. All of them died as martyrs for Christ. യേശു എന്തിനു വേണ്ടിയാണ് നമ്മെ വിളിക്കുന്നത്? What for is Jesus calling us? ഈ ലോകത്തിൽ എന്തെങ്കിലും തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടല്ല. He is not promising us, I'll give you something in this world. സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ, To make us partakers of heaven. തേജസ്സിന്റെ അവകാശികളായി To തീരുവാൻ, make us inheritors of glory. പുതിയ യെരൂശലേമിലും സിയോനിലും നമ്മളെ To കൊണ്ടുപോകുവാൻ, take us to New Jerusalem and Zion. അതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. Oh, for that the Lord is calling ആ us. വിളിച്ച ദൈവമക്കളെ That people have got a call. കർത്താവ് The നീതീകരിച്ചുകൊണ്ടിരിക്കുക. Lord is justifying. വിളിക്കുന്നവരെ കർത്താവ് നീതീകരിക്കും. Those who are called by God are justified. എങ്ങനെ കർത്താവ് നീതീകരിക്കുന്നത്? How do the Lord justify them? നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ Justification means, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? what do you mean by it? ഒരുത്തൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ, When a person is clinging on to Jesus, യേശുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞാൽ, when he confesses the faith in Jesus, കരുണാസമ്പന്നനായ ദൈവം the merciful God, തന്റെ പൊറുമയിൽ, in his weakness, തന്റെ ക്ഷമയിൽ, തന്റെ പൊറുമയിൽ in his forgiveness,
ഈ മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങളെല്ലാം അങ്ങ് ക്ഷമിക്കും. All the sins of the yesterdays are forgiven to him. അവന്റെ സകല അകൃത്യം അങ്ങ് ക്ഷമിക്കും. All the iniquities are forgiven. അവന്റെ വിശ്വാസം മാത്രം ഏറ്റെടുത്ത് ദൈവം ക്ഷമിക്കും. His faith alone is honored and is forgiven. എന്നിട്ട് വരുവാൻ പോകുന്ന സകല ശിക്ഷാവിധിയിൽ നിന്ന് അവനെ വിടുവിക്കും. Thereafter, from all the impending condemnation is spared. സകല ന്യായവിധിയിൽ നിന്നും വിടുവിക്കും. From all the judgment is rescued. എന്നിട്ട് കർത്താവ് അവനെ നോക്കി വിളിച്ചു പറയും, Then looking at him, the Lord will say, ഓ നീ നീതിമാനാകുന്നു. You are a just man. കർത്താവ് അവനെ നീതീകരിക്കും. The Lord will justify him. അവന്റെ ജീവിതത്തിൽ ഒരു നന്മയും നോക്കിയിട്ടല്ല, Not looking at any goodness in his life. അവന്റെ ഏതെങ്കിലും പ്രവൃത്തി നോക്കിയിട്ടല്ല, Not looking at any work he has. അവൻ കുറവുള്ളവനാണെന്ന് He അറിയാം, is unworthy. അവൻ പാപിയാണെന്ന് He അറിയാം, is a sinner. അവൻ ബലഹീനനാണെന്ന് He അറിയാം. is feeble. എങ്കിലും അവൻ യേശുവിൽ വിശ്വസിച്ചു. But still, if he believes in ആ Jesus, വിശ്വാസം മാത്രം കണക്കിട്ട് accounting that faith alone, ദൈവം അവന്റെ സകല പാപങ്ങളും ക്ഷമിച്ചു കൊടുക്കും. God is remitting all his sin. അവന്റെ സകല ശിക്ഷാവിധികൾ അവനെ മാറ്റിക്കളയും. All his condemnation are taken away. അവനെ നീതിമാൻ എന്ന് സാക്ഷ്യം പറയും. He'll be justified as a righteous man. പ്രിയ സഹോദരന്മാരെ, Brother, ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുവാൻ for a person to be justified, 3 കാര്യങ്ങളുടെ അടിസ്ഥാനമുണ്ട്. 3 things are a foundation. 1 ദൈവത്തിന്റെ കൃപ, Number 1, the grace of God. 2 ഒരു പാപിയുടെ വിശ്വാസം, Secondly, the faith of a sinner. 3 യേശുക്രിസ്തുവിന്റെ രക്തം. Thirdly, the blood of ഇത് Jesus. 3 കൂടെ ചേരുമ്പോൾ ഒരു പാപി നീതിമാനായി തീരും. When these 3 are blended, a sinner becomes a righteous man. 1 ദൈവത്തിന്റെ അവനോടുള്ള അപാരമായ കൃപയും, First of all, the deep grace of God to him, ഒരു പാപിയുടെ വിശ്വാസവും, the faith of a sinner, യേശുവിന്റെ രക്തവും ചേരുമ്പോൾ and the blood of Jesus is added. ഒരു പാപി നീതിമാനായി A മാറ്റപ്പെടുകയാണ്. sinner is becoming a just man. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, Therefore, beloved brothers and sisters, അവന്റെ കൃപയാൽ നമ്മൾ by നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. his grace we are justified. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ നീതീകരിച്ചത്? Why did the Lord justify us? കർത്താവ് നമ്മുടെ സകല അകൃത്യവും ക്ഷമിച്ചത് എന്തിനു വേണ്ടിയാണ്? What for did the Lord forgive all our transgressions? ശിക്ഷാവിധിയിൽ നമ്മളെ വിടുവിച്ചത് എന്തിനു വേണ്ടിയാണ്? Why did he spare us from the judgment? അതിന് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. There is a proper objective. തീത്തോസിന്റെ ലേഖനം 3-6 വാക്യത്തിലേക്ക് വരുമ്പോൾ In Titus chapter 3, the 2nd verse, കർത്താവ് നമ്മെ നീതീകരിച്ചതിന്റെ ഉദ്ദേശം പറയുന്നു. there's the purpose behind the justification of അവിടെ വിശുദ്ധ God. പൗലോസ് ഇപ്രകാരം There പറയുകയാണ്, Saint Paul says, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്, for us to be justified by his grace, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് that we might be justified by his grace, നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ. to be inheritors of everlasting life. എന്തിനു വേണ്ടിയാണ് നീതീകരിച്ചത്? What for did he justify? നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ, To be partakers of everlasting life, സ്വർഗരാജ്യത്തിന് യോഗ്യരായി തീരുവാൻ, to be partakers of heaven, സിയോനിലും യെരൂശലേമിലും എത്തുവാൻ. to reach Zion and Jerusalem. അതിനൊരു വ്യവസ്ഥയുണ്ട്. There is a condition. അത് താഴോട്ട് പൗലോസ് പറയുന്നത്, That is what Paul adds in. അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് By his grace you are made righteous, നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ to be partakers of eternal life. 2 കാര്യങ്ങൾ ചെയ്യണം. You should do 2 things. നീതീകരിക്കപ്പെട്ട ദൈവമക്കളെ, The justified people of God, 1 പുനർജനന സ്നാനം വേണം. first of all, you must be born again through baptism. 2 പരിശുദ്ധാത്മാവിന്റെ നവീകരണം സംഭവിക്കണം. Secondly, you must have the renewing of the Holy ഈ Spirit. 2 കാര്യങ്ങളൂടെ സംഭവിച്ചു When കഴിഞ്ഞാൽ these 2 things are also happening, നിത്യജീവന്റെ അവകാശികളായി തീരും. you can be partakers of eternal അതുകൊണ്ട് life. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി Therefore, a person who confesses sins, who repents and are justified, പുനർജനന സ്നാനം he സ്വീകരിക്കണം. must take a born again baptism. വീണ്ടും ജനിക്കുന്ന സ്നാനം The സ്വീകരിക്കണം. baptism of being born again. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, Our Lord Jesus Christ said, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ except being born again through the water and the Spirit, നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും no സാധിക്കത്തില്ല. man can enter the kingdom of God. അതുകൊണ്ട് വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിക്കണം. Therefore, believe and get baptized. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ In the name of the Father, Son, and Holy Ghost, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച അഭിഷിക്ത ശുശ്രൂഷയുടെ കൈക്കീഴിൽ under the hands of an anointed servant of God, തൃത്വനാമത്തിൽ നിങ്ങൾ സ്നാനമേൽക്കേണ്ടിയിരിക്കുന്നു. in the triune name you must get baptized. സ്നാനമേൽച്ചാൽ മാത്രം പോരാ, Not just getting baptized, പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ പ്രാപിക്കണം. by faith you must receive the anointing. അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ With പ്രാപിക്കണം. the unknown tongues you must receive the anointing. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത്? What for should you receive the anointing? ഈ പരിശുദ്ധാത്മാവ് സകല സത്യത്തിനും നമ്മളെ വഴി നടത്തും. This anointing writes us in all truth. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധം വരുത്തും. It reminds us of the judgment of our sins and righteousness. പരിശുദ്ധാത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. It quickens our mortal bodies. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ വരവിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തും. It transforms us in the coming of the Lord. പരിശുദ്ധാത്മാവ് പാപത്തിന് മേലും മരണത്തിന് മേലും നമുക്ക് ജയം തരും. It commands us victory over sin and
dead. അതുകൊണ്ട് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവീൻ. Therefore believe and get baptized with the Holy Ghost. അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. With the anointings, receive the anointing. ഇങ്ങനെ പുനർജനന സ്നാനവും That's the born again baptism. പരിശുദ്ധാത്മാവിന്റെ നവീകരണവും സംഭവിച്ചാൽ And the renewing of the Holy Ghost when it occurs. നീതീകരിക്കപ്പെട്ട നിങ്ങൾ You who are justified, നിത്യജീവന്റെ അവകാശികളായി you തീരും. will be inheritors of everlasting അതാണ് life. പറയുന്നത്, അവൻ നീതീകരിച്ചവരെ തേജസ്കരിക്കും. That's why it said those who are justified are glorified by him. എന്താണ് തേജസ്കരിക്കുക എന്ന് പറഞ്ഞാൽ What do you mean by glorification? നമ്മുടെ കർത്താവിന്റെ അതേ പ്രതിമയാക്കി നമ്മളെ മാറ്റും. We have made the same image of Jesus. വിശുദ്ധ പൗലോസ് പറയുന്നു, Saint Paul says, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് attaining glory upon glory. അതേ പ്രതിമയാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തും. We are fashioned as the very image of God. ആദാമിന് പാപത്താൽ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. Adam lost the glory of God because of sin. ദൈവ സ്വരൂപവും ദൈവ സാദൃശ്യവും നഷ്ടപ്പെട്ടു പോയി. He ruined the image and the form of God. നമ്മൾ തേജസ്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ But once we are glorified, നഷ്ടപ്പെട്ട ദൈവ സ്വരൂപം നമുക്ക് തിരിച്ചു കിട്ടും. we are getting the lost image of God. നഷ്ടപ്പെട്ട ദൈവ മഹത്വം നമുക്ക് തിരിച്ചു കിട്ടും. The lost glory is regained. നഷ്ടപ്പെട്ട ദൈവത്തിന്റെ തേജസ് നമ്മെ തിരിച്ചു കിട്ടും. The lost majesty of God is revisiting us. വിശുദ്ധ യോഹന്നാൻ അതേക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, Saint John points about it. അവൻ പ്രത്യക്ഷനാകുമ്പോൾ When he appears, നാം അവനോട് സദൃശന്മാരായി തീരും. we will be like unto him. നമ്മൾ യേശുവിനെ പോലെയായി തീരും. We will be as Sir Jesus. അതേ തേജസ് നമ്മൾ പ്രാപിക്കും. We will attain the same glory. അതേ മഹത്വത്തിൽ നമ്മൾ എത്തിച്ചേരും. We will reach the same ആ honor. തേജസ് പ്രാപിച്ചെങ്കിലേ യേശുവിനെ കാണുവാൻ സാധിക്കും. Only if we attain the same glory can we see our Jesus. ആസന്ന ഭാവിയിൽ നമ്മുടെ യേശു വരാൻ പോവുകയാണ്. In the impending eternity, our Jesus is going നമ്മളെ to come തേജസ്സിലേക്ക് കൊണ്ടുപോകുവാൻ to take us to glory. എന്നെ കേൾക്കുന്ന സഹോദരി Beloved സഹോദരന്മാരെ, brothers and sisters inclining, ഭക്തനായ യോബ് പറയുകയാണ്, saintly Job says, അവരൊരു നാൾ പൊടിമേൽ നിൽക്കും. one day he will stand on the നമ്മുടെ earth. കർത്താവ് മടങ്ങി വരുവാൻ അടുത്തിരിക്കുന്നു. It's time for our Lord to return. നമ്മളൊരു അവസാന കാലഘട്ടത്തിലാണ് We are in ജീവിക്കുന്നത്. the final phase. കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. We are galloping closer to the coming of our Lord. ലോകത്തിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ When we look at the events happening in this world, നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും, without a doubt we can say, ഇതാ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വരാറായിരിക്കുന്നു. it's time for our Redeemer to come. അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. He is at the threshold. ലോകത്തിലെ സംഭവങ്ങൾ നോക്കിയാട്ടെ. Take a look at the events of the world. ലോകം സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. The world is going in a predicament. ഒരു ഭാഗത്ത് ആഗോള താപനം, In one side, climatical changes. ഭൂമി പ്രപഞ്ചത്തിന് എന്താണ് What is സംഭവിക്കുന്നത്? happening to the earth? രാഷ്ട്രീയ നേതാക്കന്മാർ കൂടിച്ചേർന്ന് ആലോചിക്കുന്നു. All the heads of the political parties are joining അവർക്ക് together. ഒരു പരിഹാരവും വരുത്തുവാൻ They സാധിക്കുന്നില്ല. cannot find a solution. ഹിമാനികൾ ഉരുകി സമുദ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. Himalayas are melting down to the ocean. സമുദ്രം കരയെ The വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ocean is swallowing the land. ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവജന്തുക്കൾ The ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. creatures of the seaside are perishing. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ And നശിച്ചുകൊണ്ടിരിക്കുന്നു. all the systems of man are coming to ruin. ഭൂമിയുടെ നിലനിൽപ്പ് The ഭീഷണിയിലായിരിക്കുന്നു. existence of the world is under threat. പ്രപഞ്ചം ഒരു വിനാശത്തിലേക്ക് The നീങ്ങിക്കൊണ്ടിരിക്കുന്നു. earth is limping to a devastation. ആർക്കും പരിഹാരം കണ്ടെത്തുവാൻ None സാധിക്കുന്നില്ല. are able to find a solution. യേശു 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, 2000 years ago, Jesus said so. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. The powers of the heaven will quaver. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. There will be signs in the sun, moon, and stars. കടലിന്റെ ഓളത്തിന്റെയും മുഴക്ക നിമിത്തം Because of the raging of the sea and ocean, ഭൂവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. the inhabitants of the land will be petrified ഈ in misery. പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? What is going to happen to this planet? മനുഷ്യൻ നോക്കി പാർത്ത നിർജീവന്മാരായി തീരും. The Lord, the men will be lifeless on seeing it. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം നോക്കിയാട്ടെ. Look at the stage, the span in which I am to live. ആകാശത്തിന്റെ ശക്തികൾ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. The powers of heaven are quivering. ഇന്നത്തെ രാഷ്ട്രീയ രംഗം നിങ്ങൾ നോക്കിയാട്ടെ. Look at the political arena. ലോകം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. The world is in an ominous predicament. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു മശികീയ ലോകം They തേടുകയാണ്. are seeking a Messiah to deliver from the crisis. നമുക്കറിയാമല്ലോ പശ്ചിമേഷ്യയിലെ പ്രശ്നം എന്ന് പറയുന്നത്. We know the issue in the Western Asia. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. The Israel and Hamas war began. ഒരു 3 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. And 3 months have passed by. ഇസ്രായേൽ എന്ന് പറഞ്ഞതെന്നറിയാമോ? You know what Israel said? ഹമാസിനെ തകർത്തിട്ടേ അടങ്ങത്തുള്ളൂ. We'll stop only after Hamas is destroyed. മാസം 3 കഴിഞ്ഞിട്ടു After 3 months, ഇസ്രായേലിന് ഹമാസിനെ തൊടുവാൻ സാധിച്ചിട്ടില്ല. Israel is not able to touch Hamas. ഹമാസിന്റെ രഹസ്യ അറകളിലേക്ക് അവർക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. They're not able to enter the secret chambers of Hamas. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുവാനും They're not സാധിക്കുന്നില്ല. able to pull forward the war. യുദ്ധം അവസാനിപ്പിക്കുവാനും സാധിക്കുന്നില്ല. They're not able to end the war ഒരു either. മശികായെ കിട്ടിയിരുന്നെങ്കിലും അവർ
ആഗ്രഹിക്കുക. They're coveting for a Messiah. റഷ്യ ഉക്രൈൻ യുദ്ധം നോക്കിക്കേ. Take a look at the Russia-Ukraine war. 1.25 വർഷം പിന്നിട്ടു. 1.5 years have passed by. റഷ്യ എന്താ ചിന്തിച്ചത്? You know what they thought? ഉക്രൈൻ ഇപ്പോൾ തകർക്കാമെന്നാ We വിചാരിച്ചത്. can destroy Ukraine now. പക്ഷെ വർഷം 1.5 ആയിരിക്കുന്നു. But now 1.5 years have passed by. ഇതുവരെ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല. Hitherto no end to battle. റഷ്യക്ക് പിന്മാറാൻ സാധിക്കുന്നില്ല. Russia is not able to withdraw. ഒരു പരിഹാരം ആരുണ്ടാക്കി തരും? Who will effect the solution? ഒരു മശികയെ തേടുകയാണ് They are ചെയ്യുന്നത്. searching a Messiah. അത് മാത്രമല്ല യമനിലെ ഹൂതികൾ എന്ന് പറയുന്ന വിമതന്മാർ Moreover, there are the Houthis in Yemen. അമേരിക്കയിലെ കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. They are afflicting the ships in അവർ America. ചെങ്കടലിനെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. They're taking hold of the Red Sea. ലോകത്തിലാകമാനം സംഘർഷം. Crisis all over the globe. ഇറാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നു. Iran is affecting Pakistan. പാകിസ്ഥാൻ ഇറാനെ ആക്രമിക്കുന്നു. Pakistan is destroying ലോക Iran. രാഷ്ട്രീയ രംഗം വഷളായിക്കൊണ്ടിരിക്കുന്നു. The political scenario of the world are ഒരു worsening. പരിഹാരം ആരുണ്ടാക്കി തരോ? Who will effect a remedy? ലോകം ഒരു മശികയെ തേടുന്നു. The world is seeking a Messiah. കഴിഞ്ഞ ചില ദിവസങ്ങൾക്കപ്പുറത്ത് Some years ago, അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് the American president റൊണാൾഡ് ട്രംപ് Donald Trump ഇപ്രകാരം ഒരു പ്രസ്താവന he നടത്തുകയുണ്ടായി. made a statement. എനിക്ക് അധികാരം ലഭിക്കാമെന്നുണ്ടെങ്കിൽ Had I got the power 24 മണിക്കൂറിനകത്ത് within 24 hours, റഷ്യ ഉക്രൈൻ യുദ്ധം ഞാൻ അവസാനിപ്പിക്കാം. I will cease the Ukraine ആ war. പ്രശ്നത്തിന് ഞാൻ പരിഹാരം വരുത്തും. I will command a solution. ലോകം ഒരു മശികയെ തേടിക്കൊണ്ടിരിക്കുന്നു. The world is seeking a Messiah. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? What is the meaning? ഒരു അവസാന കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. We have landed in an ending phase. അത് മാത്രമല്ല ലോകത്തിന്റെ അവസ്ഥ നോക്ക്. Moreover, take a look at the state of the world. ദാനിയേൽ പ്രവചനം 12-4 വാക്യത്തിലേക്ക് വരുമ്പോൾ Daniel chapter 12, the 4th verse. സർവശക്തനായ ദൈവം ഇപ്രകാരം പറഞ്ഞു, The Almighty God said so. ദാനിയേലേ, Oh Daniel, ഈ പ്രവചന പുസ്തകം നീ മുദ്രയിട്ട് കൊള്ളുക, seal the book of നീ prophecy. ഇത് അടച്ചു വെക്കുക. Cover it. എന്നാൽ അന്ത്യകാലമാകുമ്പോൾ Even at the end time, മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. the knowledge of man will increase. അവൻ അന്നിത് പരിശോധിക്കും. He will examine this then. പ്രിയ സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? what's the course of this world ഒരു today? വൈജ്ഞാനിക വിപ്ലവം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. As an explosion of knowledge is happening. ഒരു വിജ്ഞാന വിപ്ലവം ലോകത്ത് An നടന്നുകൊണ്ടിരിക്കുകയാണ്. explosion of knowledge is happening. വൈജ്ഞാനിക രംഗത്ത് ലോകം കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്നു. The world is leaping in the knowledge world. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് നമ്മൾ We have എത്തിയിരിക്കുകയാണ്. arrived at the artificial intelligence age. നിർമ്മിത ബുദ്ധി ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. Artificial intelligence is taking control of the world. ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, In the science and technology, ഇലക്ട്രോണിക് രംഗത്ത്, in the electronic field, IT മേഖലകളില്, in the IT field, മെഡിക്കൽ സയൻസില്, in the medical science, എന്ന് വേണ്ട ലബോറട്ടറികളില്, in all the laboratories, എന്തിനൊപ്പം രാഷ്ട്രീയക്കാരുടെ പോലും, even amongst the politicians, മതങ്ങളിൽ പോലും even in religion, ഇതാ നിർമ്മിത ബുദ്ധി കൈയടക്കിക്കൊണ്ടിരിക്കുന്നു. artificial intelligence is taking its grip. രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് Today when political presidents preach, ടെലിപ്രോംപ്റ്ററിന്റെ സഹായത്തോടു കൂടിയാ. they preach with teleprompter. ഭാഷ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. Even if they do not know the language, no problem. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അടിസ്ഥാനമായ ടെലിപ്രോംപ്റ്റർ Based on artificial intelligence, the teleprompter, അവിടെ കാതുകൾ അത് വ്യാഖ്യാനിച്ചു കൊടുക്കും. it will interpret in the ears. അവർ പ്രസംഗിക്കേണ്ടവർക്ക് പറഞ്ഞു കൊടുക്കും. It will prompt the preachers. രാഷ്ട്രീയ നേതൃത്വം എഐയിൽ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. The political system is rooted in AI. അത് മാത്രമല്ല, Moreover, ഈ അടുത്ത ഇടയില് recently, ജർമ്മനിയിലെ ബെവേറിയൻ എന്ന് പറയുന്ന പട്ടണത്തില് Bavaria, a city in ഒരു Germany, പ്രൊട്ടസ്റ്റന്റ് സഭയില് in a Protestant church, ഒരു ആരാധന നടക്കുകയുണ്ടായി. worship was carried out. ആരാധന നടത്തിയത് ആരെന്നറിയാമോ? You know who conducted the worship? നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഒരു റോബോട്ടാണ്. A robot based on artificial intelligence. റോബോട്ടാണ് സഭയിൽ പ്രസംഗിച്ചത്. The robot preached in the church. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? What is the meaning? മതം പോലും നിർമ്മിത ബുദ്ധി കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. Even religion is surrendering to artificial intelligence. ശാസ്ത്രം നിർമ്മിത ബുദ്ധി കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. Scientific is being subdued. ഇലോൺ മസ്കിനെ കുറിച്ച് അറിയാത്തവരുണ്ടായിരിക്കത്തില്ല. Not many people are unknown of Elon Musk. IT രംഗത്തെ ഭീമനാണ് ഇലോൺ മസ്ക്. He was the pinnacle man of the IT field. ഇലോൺ മസ്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? You know what Elon Musk said? ഒരു ഈ IT രംഗത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിയന്ത്രിച്ചില്ലെന്നുണ്ടെങ്കിൽ Had this artificial intelligence not been controlled, ലോകത്തെ അത് കീഴ്പ്പെടുത്തി കളയും. it is going to subdue the whole world. ഇലോൺ മസ്കിന്റെ ന്യൂട്രാലിങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. Neutralic, there is a institution run by Elon Musk. മനുഷ്യന്റെ ശരീരത്തിലെ ഈ ന്യൂറോണുകൾ വഴിയുള്ളതായ ബന്ധം സ്ഥാപിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ്. A medical field where the neurons of the human body are assembled. അവർ പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിരിക്കുന്നു. They found out a new invention, ബ്രെയിൻ ചിപ്പ്. a brain chip. അതിന് ലിങ്ക് എന്നാണ് പേര് It കൊടുത്തിരിക്കുന്നത്. is called as the link. ഈ ബ്രെയിൻ ചിപ്പ് മനുഷ്യന്റെ തലയിൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ Once the brain chip is implanted in the human brain, അവന് യന്ത്രങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുവാൻ സാധിക്കും. he can commune with the robots. റോബോട്ടുകളുമായിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കും. He can converse with the robots. സ്വാഭാവിക ബുദ്ധിയുടെ ആവശ്യമില്ല. No need for ordinary wisdom. ഈ ലിങ്ക് അകത്ത് ഇംപ്ലാന്റ് ചെയ്ത്
ചെയ്താൽ മാത്രം മതി. Just implant this link inside the brain. അതൊരു കുരങ്ങനിൽ പരീക്ഷിച്ചു. It was attempted in a monkey. കുരങ്ങന്റെ തലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ Once it was tested in the monkey's head, അരമണിക്കൂർ in half an hour, കുരങ്ങൻ റോബോട്ടുമായിട്ട് നല്ല ആശയവിനിമയം നടത്തി. the monkey started communicating with the robot. ഗവൺമെന്റിന് അനുവാദം കിട്ടിയാൽ മനുഷ്യനിൽ പരീക്ഷിക്കും. Now the man who got this permission from the robot will solve എന്നാൽ it. ഇലോൺ മസ്ക് എന്താ പറയുന്നത്? What does Elon Musk say? ഇതൊരു തീവ്രവാദിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, If this is going to the hand of a terrorist, ഒരു ഏകാധിപതിയുടെ കയ്യിൽ if കിട്ടിക്കഴിഞ്ഞാൽ, this goes to the hand of a dictator, അത് ലോകത്തിന്റെ മുഴുവൻ വിനാശമായി മാറ്റപ്പെടും. that is going to be the devastation for the whole world. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, Recently, our PM said, ഡീപ് ഫേക്കിനെതിരെ വളരെ സൂക്ഷ്മതയായിരിക്കണം. be careful about deep fake. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് With artificial intelligence, കൃത്രിമമായ വീഡിയോകൾ സൃഷ്ടിക്കുന്നു, artificial videos are made, കൃത്രിമമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്നു, artificial pictures are made. ലോകത്തെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. It is misinterpreting the whole എന്താണ് world. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What does it mean? ലോകത്ത് വൈജ്ഞാനിക വിപ്ലവം നടക്കുകയാണ്. Technological invention and explosion ഒരു is happening. അവസാന കാലത്ത് നമ്മൾ We എത്തിക്കൊണ്ടിരിക്കുന്നു. are after the closing days. ഞാൻ അവസാനിപ്പിക്കും മുമ്പ് Before I conclude, ഒരു വിഷയം കൂടെ ഊന്നി പറഞ്ഞുകൊള്ളട്ടെ. let me stress one more thing. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് പറഞ്ഞു, Apostle Paul adds, കർത്താവിന്റെ വരവിനോട് അടുക്കുമ്പോൾ, when we draw near to the coming of the ഒരു Lord, അവസാന കാലഘട്ടത്തിൽ എത്തിച്ചേരുമ്പോൾ, we are at the closing days. ആ തലമുറയെ നിങ്ങളൊന്ന് നോക്കണം. Take a look at that generation. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരും. The last days, perilous times will come. മലയാളത്തിൽ ദുർഘട സമയങ്ങൾ എന്നാ In പറഞ്ഞിരിക്കുന്നത്. Malayalam, it said perilous times. എന്നാൽ ദുർഘട സമയങ്ങൾ എന്നല്ല അതിന്റെ അർത്ഥം. But that's not the meaning. അപകടകരമായ കാലങ്ങൾ എന്നാണ്. Dangerous phase. ഒരു അപകടകരമായ കാലം അന്ത്യകാലത്ത് കടന്നു വരും. Dangerous phase is going to come in the days. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന അപകടകരമായ ഒരു കാലഘട്ടത്തിൽ, I and you, we live in an ominous phase. ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ അവസ്ഥ, The state of man in that day. മനുഷ്യൻ Man will സ്വസ്നേഹികളായിരിക്കും, be lovers of their own self. They will ദ്രവ്യാഗ്രഹികളായിരിക്കും, be covetous. വമ്പ് They will പറയുന്നവരായിരിക്കും, speak wrong. They അഹങ്കാരികളായിരിക്കും, will be proud. ദൂഷകന്മാരായിരിക്കും, They will be blasphemous. അമ്മയപ്പന്മാരെ They അനുസരിക്കാത്തവരായിരിക്കും, will disobey the parents. They will നന്ദികെട്ടവരായിരിക്കും, be unthankful. They അശുദ്ധന്മാരായിരിക്കും, will be unholy. വാത്സല്യമില്ലാത്തവരായിരിക്കും, Without natural affection. ഇണങ്ങാത്തവരായിരിക്കും, Truth breakers. ഉഗ്രന്മാരായിരിക്കും, False accusers. സൽഗുണദോഷികളായിരിക്കും, Incontinent. അവർ They will ദ്രോഹികളായിരിക്കും, be അവർ fierce. നിഗളികളായിരിക്കും, They will be flaunters. അവർക്ക് ദൈവപ്രിയമേ They will കാണത്തില്ല, not have the love of അവർ God. ഭോഗപ്രിയരായിരിക്കും, They will be traitors and lovers of their own self. ഭക്തിയുടെ വേഷം മാത്രം ധരിക്കും, Attire of godliness, അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയും. but denying its power. ഈ ഒരു തലമുറയെ കാണുമ്പോൾ When we look at the current generation, അവസാന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. you are at the last days. പത്രങ്ങൾ എടുത്തു നോക്കിയാട്ടെ, Take a look at the dailies. എന്തെല്ലാം ഹൃദയം മരവിപ്പിക്കുന്ന വാർത്തകൾ. What all heart-wrenching ഈ കഴിഞ്ഞ messages. ദിവസം വന്ന വാർത്ത നമ്മൾ കണ്ടല്ലോ. We heard the news that came last ഒരു day. പിഞ്ചു കുഞ്ഞിനെ അമ്മ കഴുത്തറുത്തു കൊന്നു. A toddler was chopped at the neck by the mother. പ്രസവിച്ച കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന മാതാപിതാക്കൾ. Those who strangled the neck of the baby they gave birth for. അതിനു മുമ്പ് ഒരു വാർത്ത നമ്മൾ കാണുകയുണ്ട്. Earlier we heard another news. സ്വന്തം അമ്മായിയമ്മയെ കൊടൂരമായി മർദ്ദിക്കുന്ന ഒരു അധ്യാപികയുടെ ചിത്രം. An image of a teacher who is afflicting the mother-in-law. അത് സ്വന്തം മരുമകള്. The own മനുഷ്യൻ daughter-in-law. എത്രമാത്രം ക്രൂരരായി തീർന്നു. How much cruel has man turned out to be. നിങ്ങൾ അനാഥാലയങ്ങളിലേക്ക് നോക്കിയാട്ടെ, Take a look at the old age homes. വൃദ്ധസദനങ്ങളിലേക്ക് Take a look കടന്നുപോയാൽ at the orphanages. മക്കളെ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ മാതാപിതാക്കള് The parents who took care of the children. അവിടെ ജീവിതത്തിന്റെ At the അന്ത്യകാലഘട്ടത്തിൽ final phase of their lives. അവിടെ മക്കളാൽ പരിത്യജിക്കപ്പെട്ടവരായി, They're left over by the children. അവിടെ നന്ദി കെട്ട മക്കള് Unthankful children. അവരെ വൃദ്ധസദനങ്ങൾ ഉപേക്ഷിക്കുന്നു, They're conferring them with old age homes. അനാഥാലയങ്ങളിൽ In ഉപേക്ഷിക്കുന്നു, the orphanages. മൃഗീയമായി കൊന്നൊടുക്കുന്നു. They're killing them brutally. സ്വന്തം മക്കളോട് പോലും കറ കാണിക്കുവാൻ Even സാധിക്കുന്നില്ല. unto the old children, they're not able to play. മാതാപിതാക്കളെ They're അനുസരിക്കുന്നില്ല. not obeying the parents. അവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ല. They're not interested in physical or spiritual matters. ദൈവപ്രിയമേ ഇല്ല. They do not have the affection of God. ആരാധനയ്ക്ക് വരുവാൻ താല്പര്യമില്ല. They're not interested to come to the അവർ worship. കാത്തിരിപ്പ് യോഗത്തിൽ വന്നാൽ ആത്മാവിൽ നിറയുന്നില്ല. They're not coming to the tarrying meeting and getting filled with the അവർ Spirit. ഭോഗപ്രിയരായി They're ജീവിക്കുകയാണ്. becoming lovers of their own flesh അവർക്ക് and food. ജീവിതം ആസ്വദിക്കണം. They're enjoying life. ഇന്റർനെറ്റിൽ സമയങ്ങൾ They're ചിലവിടണം. spending the time in internet. സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്ക് സന്തോഷിക്കണം. They're rejoicing in social media. അവർ ഭോഗപ്രിയരായി They're ജീവിക്കുക. becoming lovers of food. ചിലർ ഭക്തിയുടെ വേഷം മാത്രം ധരിച്ചിട്ടുണ്ട്. Some people are just putting the image of godliness. കണ്ടാൽ ഭക്തനാണെന്ന് നടിക്കോ, Or think they pretend being godly. പക്ഷെ അവന്റെ ഉള്ളിലോ But inside him, അവർ കടിച്ചു കീറുന്ന ചെന്നായ്. they're like a running fox. ദൈവത്തിന്റെ ശക്തി അല്പം പോലുമില്ല. No power of God at all. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിക്കേ, In the European countries, പള്ളികൾ ഒഴിഞ്ഞു the കിടക്കുകയാണ്. churches are empty. വയസ്സ് ചെന്ന മാതാപിതാക്കൾ മാത്രം ചില പള്ളികളിൽ പോകും. Only the oldest people visit the churches. എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത്? You know why? What does it typify? അവസാന കാലഘട്ടത്തിലേക്ക് We have എത്തിയിരിക്കുക. arrived at the last days. നമ്മുടെ കർത്താവ് വരുവാൻ It's അടുത്തിരിക്കുന്നു. time for God to come. ഒരുപാട് വിഷയങ്ങൾ പറയുവാനുണ്ട് There are ദൈവമക്കളെ. plenty to elaborate. സമയം കടന്നു പോയത് കൊണ്ട് But as അവസാനിപ്പിക്കട്ടെ. time has declined, let me നമുക്ക് conclude. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Shall we
close your നമ്മുടെ eyes. മുഴങ്കാലുകളെ മടക്കാം. Let's bend our knees. കർത്താവിൽ നമ്മുടെ പ്രത്യാശയെ നമുക്ക് വർദ്ധിപ്പിക്കാം. Let us renew our hope in the Lord. നമ്മുടെ കർത്താവ് വരുവാൻ It's അടുത്തിരിക്കുന്നു. time for our Lord to come. ലോകത്തിന്റെ ഓരോ സംഭവങ്ങളും കാണുമ്പോൾ, When we see all the events of the world, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥകൾ കാണുമ്പോൾ, we analyze the state of the world. ഭക്തനായ യോബിനോട് ചേർന്ന് നമ്മൾ ഓരോരുത്തരും പറയണം, With godly Job, each of us should say, ഇതാ എന്റെ വീണ്ടെടുപ്പുകാരൻ വരുവാൻ പോകുന്നു. "Lo, my Redeemer is about to come. അവന്റെ കാലുകളിൽ പൊടിമേൽ നിൽക്കോ. His feet will stand on the earth. ഞാൻ എന്റെ പ്രിയനെ കാണോ. I will see my beloved. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്റെ യേശുവിനെ കാണോ. With my own eyes, I'll see my Jesus. അന്യ കണ്ണുകൊണ്ടല്ല കാണുന്നത്. Not with strange eyes. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്റെ യേശുവിനെ കാണോ. With my own eyes, I will ഇന്ന് see രാത്രി Jesus. എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്. You know how many people are joyful? സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്. Those who joy shout hallelujah. പ്രിയ സഹോദരി Dear സഹോദരന്മാരെ, brothers and sisters, നമുക്കൊരു അഭിഷേകത്തോടെ മടങ്ങി let's പോകണം. return with an ഈ anointing. ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് After heeding to the counsel of നിങ്ങൾ God, ദൈവത്തോട് നന്ദിയില്ലാത്തവരായി do തീരരുത്. not be ungrateful to the ദൈവം God. തന്റെ കരുണയാൽ With His mercy, നമ്മെ മുന്നറിഞ്ഞു, He has foreknown നമ്മെ us. മുൻ നിയമിച്ചു. He's predestinated നമ്മുടെ us. കർത്താവ് നമ്മളെ വിളിച്ചു. The Lord called us. നമ്മുടെ കർത്താവ് നമ്മെ നീതീകരിച്ചു. He justified us. ആ തേജസ്കരണത്തിന് വേണ്ടി And ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. He's preparing us for the glorification. ആസന്ന ഭാവിയിൽ യേശു കടന്നു വരും. In the impending future, Jesus will അവന്റെ come തേജസ് നമുക്ക് പ്രാപിക്കാം. for us to attain the glory. നമ്മൾ യേശുവിനോടുകൂടെ With Jesus, ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. in the skies will be taken up. രാത്രി എത്ര മക്കളുടെ ഹൃദയത്തിൽ പ്രത്യാശയുണ്ട്. Too many, how many people have got a lot of hope? കർത്താവിന്റെ ഗംഭീരനാദം എന്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. Great trump of God will sound in my ear. മീഖായേൽ കാഹളമൂതുമ്പോൾ When Michael blows the trumpet, ആ കാഹളനാദം എന്റെ കാതുകളിൽ എത്തിച്ചേരും. that trumpet will reach my ear. ക്രിസ്തുവിൽ മരിച്ച അനേക ഭക്തന്മാർ The godly saints in Christ who died, മരണത്തിന്റെ നിദ്രകളെ വിട്ട് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ they will leave the dead and arise. ജീവനോടെ ശേഷിക്കുന്ന ഞാൻ I who is alive under me, കണ്ണിമപ്പെടുന്ന രൂപാന്തരപ്പെടും. in the twinkling of an ഞാൻ eye, ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. I'll be raptured to the ഞാൻ clouds. എന്റെ രക്ഷകനെ കാണും. I will see my Redeemer. എന്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണും. I will see my deliverer. ഞാൻ അവനുമായിട്ട് ഒന്നായി ചേരും. I'll be one with him. നമ്മുടെ ഭാഗ്യത്തെ നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. Let's think about our hope എല്ലാ and praise the ദൈവമക്കളും വായി Lord. തുറന്നോട്ടെ. Every people of God, open നിങ്ങൾ your mouth. ദൈവത്തെ ആരാധിച്ചാട്ടെ. You worship God. അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. Speak in tongues. എല്ലാവരും പരിശുദ്ധാത്മയുടെ കൊടുക്കുക. Be filled in the anointing. ആരിലും പ്രവർത്തിക്കുവാൻ Let the devil not operate in anyone. നിങ്ങളുടെ പ്രത്യാശ പിശാച് കെടുത്തരുത്. Let the devil not quench your നിങ്ങൾ hope. വിളിച്ചു പറ, You call out, എന്റെ യേശുവിനെ ഞാൻ കാണാറാ. I go to see my Jesus. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. Everybody speak in tongues. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ Those who receive the power of anointing, വായി തുറന്ന് ആത്മാവിൽ ആരാധിക്കുക. open your mouth and നീ worship the അഭിഷേകം Lord. പ്രാപിച്ചില്ലെങ്കിൽ Those who without നിന്റെ anointing, വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. open your mouth and praise ഹല്ലേലൂയ God. സ്തോത്രം ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ Chant hallelujah and praise the ദൈവ Lord. മഹത്വം ഇവിടെ വരട്ടെ. Let the glory of God ദൈവ descend. സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി Let the വരട്ടെ. presence of God fill ഒരു this place. അവസാന കാലത്ത് നമ്മൾ We ആയിരിക്കുന്നു. are at the end time. നമ്മുടെ പ്രത്യാശ നമുക്ക് Let ഉണർത്താം. us renew our hope. നമ്മളെല്ലാവരും ചേർന്ന് All of us together. രണ്ടുപേരി പാട്ട് കരങ്ങളെ തട്ടി പാടി Let us clap our hands and sing a ദൈവത്തിൽ song. സന്തോഷിച്ച് Rejoicing in the Lord. അഭിഷേകത്തോട് നമുക്ക് മടങ്ങി With the പോകാം. anointing, let us depart. അന്ത്യകാല സംഭവങ്ങൾ കണ്ടിടുന്ന ഈ യുഗത്തിൽ In this age, we are seeing the signs of the last യുഗത്തെ days. വിവേചിച്ചറിഞ്ഞ് നമുക്ക് പാടാം. Let us discern the lines and നമ്മുടെ sing. പ്രത്യാശ വർദ്ധിപ്പിക്കാം. Let us renew our hope. അന്ത്യകാല കണ്ടിടും നീ ഉലകിൽ അന്ത്യകാല സംഭവങ്ങൾ കണ്ടിടും നീ ഉലകിൽ. എല്ലാവർക്കും എഴുന്നേറ്റ് നാട്ടെ പാടി ഒരഭിഷേകത്തോടെ നീതിയില്ല കരങ്ങളെ തട്ടി എല്ലാവരെയും മക്കൾ ആത്മാവിൽ ശക്തിപ്പെടണം. Clap your hands and all the people of God be enriched in the Spirit. നീതിയില്ല അന്ത്യകാല സംഭവങ്ങൾ കണ്ടിടും നീ ഉലകിൽ അന്ത്യകാല സംഭവങ്ങൾ കണ്ടിടും നീ ഉലകിൽ സത്യമില്ല നീതിയില്ല സമാധാനവുമില്ല സത്യമില്ല നീതിയില്ല സമാധാനവുമില്ല മണ്ണിൽ നിദ്ര ചെയ്യും വിശുദ്ധ മുൻപേ ഉയർത്തിടുമേ മണ്ണിൽ നിദ്ര ചെയ്യും വിശുദ്ധ മുൻപേ ഉയർത്തിടുമേ വിണ്മയാ ശരീരമെന്ന് ഞാനും പ്രാപിക്കുമേ വിണ്മയാ ശരീരമെന്ന് ഞാനും പ്രാപിക്കുമേ കാലം തീരാരാ കാന്തൻ വെളിപ്പെടരാ ദേശമെല്ലാം നീങ്ങിയൻ പ്രിയൻ ഉടന്നു പാടിടരാ ദേശമെല്ലാം
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് അഭാഗ്യം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയും. For how many people of God tonight, when you think about that hope, your heart is being quickened. മണ്ണിൽ നിദ്ര ചെയ്യുന്നവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. Those who are sleeping in the dust will rise up first. അവർ സ്വർഗീയ ശരീരം ഞാനും പ്രാപിക്കും. I too will attain that heavenly body. എന്റെ അഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ മനസ്സ് ഉയരുന്നു. When I think about that hope, my heart is lifted up. എന്റെ വീണ്ടെടുപ്പുകാരന്റെ മുഖം ഞാൻ കാണും. I will see my Redeemer's face. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഉയർത്താം. Let us lift our heart. ഒരിക്കൽ കൂടെ തരങ്ങളെ അടിച്ച് let us clap our hands once എല്ലാ again. ദൈവമക്കളും ചേർന്ന് All the people of God together അഭിഷേകത്തോടെ പാടി with anointing sing. നിങ്ങളുടെ പ്രത്യാശ ഉണർത്തിയാട്ടെ. And let us quicken our എന്റെ hope. ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടും. When I think about my hope, my heart is lifted ആരും up. മൗനമായിട്ടിരിക്കരുത്. Nobody should be ഒരു mute. അഭിഷേകത്തോടെ നിങ്ങൾ മടന്നു പോകും. With an anointing you go. ഈ ബലത്തോടെ നിങ്ങൾ മടങ്ങി പോകും. With this power you depart. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടുന്നേ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടുന്നേ. എന്റെ പ്രിയൻ വന്മുഖം ഞാൻ എന്നു കണ്ടിടുമോ. എന്റെ പ്രിയൻ വന്മുഖം ഞാൻ എന്നു കണ്ടിടുമോ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടുന്നേ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടുന്നേ. എന്റെ പ്രിയൻ വന്മുഖം ഞാൻ എന്നു കണ്ടിടുമോ. എന്റെ പ്രിയൻ വന്മുഖം ഞാൻ എന്നു കണ്ടിടുമോ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടുന്നേ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടുന്നേ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടുന്നേ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനസ്സ് ഉയർന്നിടുന്നേ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടുന്നേ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടുന്നേ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനമുയർന്നിടുമേ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനമുയർന്നിടുമേ. എന്റെ പ്രിയൻ വന്മുഖം ഞാൻ എന്നു കണ്ടിടുമോ. എന്റെ പ്രിയൻ വന്മുഖം ഞാൻ എന്നു കണ്ടിടുമോ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനമുയർന്നിടുമേ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനമുയർന്നിടുന്നേ. 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 Hallelujah, hallelujah, hallelujah. പ്രിയ ദൈവജനമേ, നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച്, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ഇന്ന് രാത്രി സവിസ്തരമായി തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൽ തിരുവെഴുത്തുകളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഈ രാത്രി കേട്ട ദൈവവചനപ്രകാരം നാം ഓരോരുത്തരും കാഹളധ്വനിങ്കൽ അമർത്യ ശരീരം പ്രാപിച്ച് വാനവിരിവിൽ നൊടിനേരത്തിനുള്ളിൽ ദൈവസിംഹാസനത്തിൽ എത്തിച്ചേരും. അതിനായി നമ്മെ ഒരുക്കുന്ന ഒരു കൺവെൻഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിലേക്ക് ആ പ്രത്യാശയുടെ പുനരുത്ഥാനത്തിൻ്റെ ആ അമർത്യതയുടെ ശക്തി പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ അതീയമായി സന്തോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവമക്കളെ, ഇതിൽ നിന്ന് നാം അറിഞ്ഞുകൊള്ളണം, ഇതൊരു അന്ത്യദൂതാണ്. ഇതൊരു അന്ത്യദൂതാണ്. നമ്മുടെ നേരെ ഇതാ അന്ത്യകാഹളം ധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ ഈ രാത്രി കർത്താവ് നമ്മോട് അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. നിർമ്മലമായ ദൈവവചനത്തിൻ്റെ മുൻപാകെ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം.
ഇവിടം വിട്ടു പോകും മുൻപേ താവേ അത്യന്ത ശക്തിയാൽ എന്നെ നിറച്ച് ആ മറുരൂപ ശരീരം പ്രാപിക്കുവാൻ യോഗ്യമായ നിലയിൽ ഒരഭിഷേകത്തെ എനിക്ക് തന്നയക്കണമേ എന്ന് വാഞ്ചിക്കുന്ന നമുക്ക് സ്വർഗം തുറന്ന് അനുഗ്രഹത്തെ അയച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവമക്കളെ, മീറ്റിംഗ് അവസാനിക്കുവാൻ പോവുകയാണ്. എന്നാൽ അനുഗ്രഹമില്ലാതെ നമ്മൾ പോകരുത്. സഹായിപ്പാൻ ശക്തനായ ദൈവം ഇവിടെ ഉണ്ട്. കൃപയുടെ വാതിൽ അടയുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം തൻ്റെ അത്യന്ത ശക്തിയുമായി നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ആ സ്വർഗത്തിലേക്ക് ഉയർത്താം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശ വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബദബാതുനാകദദ. ഓ Amen.